ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും സ്വാഗതം. ശ്രീമദ് ഭാഗവത തത്വങ്ങളിലേക്ക് നമുക്ക് കിടക്കാം. ഓരോ ദിവസവും നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് അമൂല്യമായിട്ടുള്ള അറിവുകൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശ്ലോകങ്ങളിലൂടെ മാത്രമല്ല പോകുന്നത്, അതിൻ്റെ ആന്തരിക അർത്ഥവും ആ ഒരു കംപ്ലീറ്റ് അധ്യായത്തിലൂടെ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുമാണ് ഈ ഒരു ഭാഗവത തത്വങ്ങളിലൂടെ നമ്മൾ പഠിക്കുന്നത്. കഴിഞ്ഞ സത്സംഗത്തിൽ ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത് ഭീഷ്മ പിതാമഹന്റെ കാര്യമാണ്. ഭീഷ്മ പിതാമഹൻ എത്രത്തോളം ഉയർന്ന ഭക്തനാണ് എന്ന് നമ്മൾ പഠിച്ചു. ഈ ഉയർന്ന ഭക്തൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഭക്തർ. ഉയർന്ന് ചിന്തിക്കാൻ കഴിവുള്ള ഭക്തർ എന്ന് പറഞ്ഞാൽ ഏത് പ്രതിസന്ധിയെയും നേരിടാൻ കഴിവുള്ള വ്യക്തി. സർവോപരി പ്രതിസന്ധികളെ നേരിടുക മാത്രമല്ല, ഭഗവാനെ ആശ്രയിച്ച് ജീവിതാന്ത്യം വരെയും ജീവിച്ചു കാണിക്കുന്ന വ്യക്തികളെയാണ് ഭാഗവത ഉത്തമൻ എന്ന് നമ്മൾ പറയുന്നത്. അന്നേരം ശ്രീമദ് ഭാഗവതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു കൂട്ടം ഭക്തരുടെ ചരിത്രമാണ്. അവരിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. അതെല്ലാം നമുക്ക് നോക്കാം ഘട്ടം ഘട്ടമായി. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികീ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിത ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനെ. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനെ ഗൗരകഥാ ദാമോദായ നഗരഗ്രാമധാരിണേ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനെ. ശ്രീഭാഷമാനവീ ദേവി ദയിതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാന ദായിനി പ്രഭവേ നമഃ. മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരദവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ. നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയേ വിപ്രളംബരസാംബോധേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായതേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ട സജ്ജനപ്രിയം വൈഷ്ണവ സർവഭൗമ ശ്രീ ജഗന്നാഥായ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമനേ ഗൗരത്രിസേ നമഃ. പഞ്ചതത്മാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാ കാന്ത രാധാ കാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമ മന്ദമതേർഗതി മത്സർവസ്വ പാദാംബോജോ രാധാമദനമോ. ദിവ്യത്വനന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശ്രീലഗോവിന്ദദേവോ പ്രേഷ്ഠാരവേ സേവ്യമാനോ സ്വയം. ശ്രീമദ്രാസരസാരംഭീ വംശീവരത്തരസ്ഥിത കർഷൻ വേണുസ്വനേർ ഗോപീർ ഗോപീനാഥ ശ്രീസ്തുന. തപ്തകാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാം രാം ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. മുഖം കരോതി വാചാലം പങ്കും രംഗായതി ഗ്രീം യത്കൃപാദമഹം വന്ദേ ശ്രീഗുരും ദിനകാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരി ഓം തത്സത്. ഹരേ കൃഷ്ണ. ഇന്നലെ നടന്ന ചർച്ചയിലൂടെ നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഇപ്പോൾ കമൻസിലിടാം, ഒന്നും കൂടെ നമുക്കെല്ലാവർക്കും ഓർക്കാനായിട്ട്. കമൻസിൽ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇടാം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. നിങ്ങൾക്ക് ഇന്നലത്തെ സത്സംഗത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഇപ്പോൾ ടൈപ്പ് ചെയ്തിടാം, കുറച്ച് പോയിന്റ്സ് എങ്കിലും. അതിലൂടെ ബാക്കി ഭക്തർക്കും ഇതുവരെ നമ്മൾ എന്തൊക്കെയാണ് ചർച്ച ചെയ്തതെന്നൊരു ഐഡിയ കിട്ടും. The teachings of Bhishma Pitamaha and the four main qualities of Dharma. Okay. ഇന്നലെ നമ്മൾ ഭീഷ്മ പിതാമഹന്റെ ജീവിതത്തിൽ നിന്നും മെയിനായിട്ട് പഠിച്ച കാര്യം, ഒരു വ്യക്തി എത്രത്തോളം ഭൗതികമായിട്ടുള്ള ഗുണങ്ങളുള്ള വ്യക്തിയാണെങ്കിലും, ഇന്നലത്തെ ക്ലാസ് അടുത്ത ഒരു ഭക്ത എഴുതിയിരിക്കുന്നു, ഇന്നലത്തെ ക്ലാസ്സിൽ ഭീഷ്മയുടെ ഭക്തിയെക്കുറിച്ച് പഠിക്കാൻ സാധിച്ചു, ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്നതിൻ്റെ ആവശ്യകതയെപ്പറ്റി, ഉത്തരായണ സമയത്തെപ്പറ്റി, മരണസമയത്ത് ഭഗവത് സ്മരണയെപ്പറ്റി, നാമജപത്തെ. വെരി ഗുഡ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് കിടക്കാം. ശ്രീമദ് ഭാഗവതത്തിൽ ഭീഷ്മ സ്തുതിയിലൂടെയും ഭീഷ്മ പിതാമഹന്റെ ആ സന്ദർഭത്തിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ഒരു വ്യക്തി ഭൗതികമായിട്ട് എത്ര കഴിവുള്ള വ്യക്തിയാണെങ്കിൽ പോലും ആ വ്യക്തി ധർമ്മത്തിനെതിരെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് സംഭവിക്കും? ആ വ്യക്തി നിലനിൽക്കാൻ കഴിയില്ല. ആ വ്യക്തി എന്തായാലും തോൽക്കും. ആ വ്യക്തിക്ക് പതനം സംഭവിക്കും. കാരണം ശക്തി കൊണ്ടൊരിക്കലും ധർമ്മത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. എവിടെ ധർമ്മമുണ്ടോ അവിടെ ഭഗവാനുണ്ട്, എവിടെ ഭഗവാനുണ്ടോ വിജയം ഉറപ്പാണ്. ഇതാണ് ഭീഷ്മ പിതാമഹനിൽ നിന്നും നമ്മൾ പഠിക്കേണ്ടത്. ആ പാഠത്തെ പഠിപ്പിക്കാൻ തന്നെയാണ് ഭഗവാന്റെ ഒരു നിമിത്തമായി മാറുന്നത് ഭീഷ്മ പിതാമഹൻ. അല്ലെങ്കിൽ ഇത്രയും ധർമ്മിഷ്ഠനായിട്ടുള്ള വ്യക്തി, ഇത്രയും ത്യാഗം ചെയ്യുന്ന ഒരു വ്യക്തി അധർമ്മത്തിന്റെ പക്ഷത്തിൽ എങ്ങനെ നിൽക്കാനാണ്? അല്ലേ? നല്ലൊരു ഭക്തനാണ് ഭീഷ്മ പിതാമഹൻ. അതാണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് മുന്നോട്ട് കിടക്കാം.
ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച്, അതായത് ഭഗവാന്റെ ഭക്തിയിൽ നമ്മൾ ഉയരുമ്പോൾ ഭഗവാനെ കാണുമ്പോൾ ലഭിക്കുന്ന ആനന്ദം, ഭഗവാനിൽ നിന്ന് അകന്നു നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വിരഹം, അതിനെക്കുറിച്ച് അടുത്ത അധ്യായത്തിൽ പഠിക്കുകയാണ്. അതെന്താണ് നമുക്ക് നോക്കാം. അതായത് ഭഗവാൻ കൃഷ്ണൻ ഹസ്തിനപുരിയിൽ കുറെ മാസങ്ങൾ താമസിച്ചു. അതായത് ഭഗവാന്റെ സഹോദരിയായ സുഭദ്രാദേവിയെ ആശ്വസിപ്പിക്കാൻ. സുഭദ്രാദേവിയോട് ഭഗവാന് വലിയ ഇഷ്ടമാണ്. പെങ്ങളല്ലേ, സുഭദ്രാദേവിക്കും ഭഗവാൻ ഇല്ലാതെ ഇരിക്കാൻ കഴിയില്ല. എല്ലാവർക്കും അങ്ങനെയാണ് ഹസ്തിനപുരിയിൽ. പക്ഷെ എന്നാലും ഭഗവാൻ കുറച്ചു നാള് ഹസ്തിനപുരിയിൽ തന്നെ നിന്നു, കുറെ മാസങ്ങളോളം. അതിനുശേഷം ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്ര ആരംഭിക്കുക. എന്നാൽ ഈ ഒരു അധ്യായത്തിൽ നമ്മൾ പഠിക്കുന്നത് ഭഗവാൻ, അതായത് നിത്യവും ഭഗവാന്റെ കൂട്ടത്തിൽ താമസിക്കുന്ന ദ്വാരകാവാസികൾക്ക് ഇത്രയും നാളും ഭഗവാനെ കാണാത്തതിന്റെ ആ ഒരു വിരഹം, കാണാൻ പറ്റാത്തതിന്റെ ആ ഒരു വിരഹം, ഇതുകൂടാതെ ഭഗവാനെ കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, അതാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് 1-ാമത്തെ സ്കന്ധത്തിലെ 10-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. 10ഉം 11ഉമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേട്ടോ. ഹരേ കൃഷ്ണ. കുറെ മാസങ്ങളായിട്ട് ഭഗവാൻ ദ്വാരകയിൽ പോയില്ലായിരുന്നു. ഭഗവാൻ ഹസ്തിനപുരിയിൽ തന്നെയായിരുന്നു പാണ്ഡവരുടെ കൂട്ടത്തിൽ. ഭഗവാൻ ദ്വാരകയിലേക്ക് യാത്ര ആരംഭിക്കുകയാണ്. അതായത് കുന്തി ദേവി സ്തുതിക്കുന്ന ആ ഒരു ഭാഗം നമ്മൾ ചർച്ച ചെയ്തല്ലോ അല്ലേ. അതായത് ഭഗവാൻ അപ്പോൾ യാത്ര ആരംഭിക്കുകയായിരുന്നു ദ്വാരകയിലേക്ക്. അപ്പോഴാണ് പെട്ടെന്ന് അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം അയക്കുകയും ഉത്തരാമാതാവ് ഓടി വരികയും അതിനുശേഷം കുന്തി ദേവി സ്തുതിക്കുകയാണ്. അതെല്ലാം ഭഗവാൻ, ആ സ്തുതിയെല്ലാം കേട്ടതിന് ശേഷം ഭഗവാൻ ഒന്ന് ചിരിക്കുകയാണ്. അപ്പോൾ ഭക്തർക്ക് എല്ലാവർക്കും ഒരു ആശ്വാസമായി. അതിനുശേഷം ഭഗവാൻ മുന്നോട്ട് പോകുമ്പോഴാണ് യുധിഷ്ഠിര മഹാരാജ് തടയുന്നു. എന്നിട്ട് യുധിഷ്ഠിരൻ എല്ലാ വിഷമങ്ങളും പറയുന്നു, ഞാൻ കാരണം ഈ യുദ്ധമെല്ലാം സംഭവിച്ചു. പിന്നെ വ്യാസമഹർഷിയും ഭഗവാനും ചേർന്ന് പല രീതിയിലും ആശ്വസിപ്പിക്കാൻ നോക്കിയിട്ടും യുധിഷ്ഠിര മഹാരാജ് അതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറായിട്ടില്ല. അതിനുശേഷം നേരെ ഭീഷ്മ പിതാമഹന്റെ അടുത്ത് പോവുകയാണ് ഭഗവാനും പാണ്ഡവരും എല്ലാവരും കൂടെ. ഭീഷ്മ പിതാമഹനിൽ നിന്നും ധർമ്മ ഉപദേശങ്ങളൊക്കെ നേടുകയാണ് യുധിഷ്ഠിരൻ. അതിനുശേഷം ഭഗവാൻ പോകാൻ തുടങ്ങിയപ്പോൾ പാണ്ഡവർ വീണ്ടും അഭ്യർത്ഥിക്കുകയാണ്, അങ്ങ് കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കണം. അങ്ങനെ അത് കുറച്ച് മാസങ്ങൾ തന്നെയായി. അതിനുശേഷമാണ് ഭഗവാൻ ഇപ്പം യാത്ര ആരംഭിക്കുന്നത്. ഭഗവാൻ യാത്ര ആരംഭിച്ചപ്പോൾ പാണ്ഡവര്, സുഭദ്രാദേവി, ദ്രൗപദി ദേവി, കുന്തി ദേവി, ഉത്തരാദേവി, ഗാന്ധാരി, അവർക്കെല്ലാം ഭഗവാന്റെ വിരഹം താങ്ങാൻ പറ്റാതെ ബോധം കെട്ട് വീഴുകയാണ്. പാണ്ഡവർ ഇത്രയും കാലം ഭഗവാന്റെ കൂട്ടത്തിൽ തന്നെയായിരുന്നു. ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കുന്നു, ഭഗവാനെ സ്പർശിക്കാൻ കഴിയുന്നു, ഭഗവാനായിട്ട് സംസാരിക്കാൻ കഴിയുന്നു, ഭഗവാന്റെ കൂട്ടത്തിൽ തന്നെ കിടക്കാൻ പറ്റുന്നു, ഭഗവാന്റെ കൂട്ടത്തിൽ ഇരിക്കാൻ പറ്റുന്നു, ഭഗവാന്റെ കൂട്ടത്തിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ പറ്റുന്നു. പക്ഷെ ആ ഒരു സാന്നിധ്യം ഇനി കിട്ടത്തില്ലല്ലോ എന്ന് ഓർത്ത് എല്ലാവർക്കും ഒരേപോലെ വിഷമമാണ്. ഭഗവാനോടുള്ള ഭാവത്താൽ അവരിങ്ങനെ ഉരുകി തീരുകയായിരുന്നു. സ്ത്രീജനങ്ങളെല്ലാവരും അവരുടെ കണ്ണുനീര് എങ്ങനെയൊക്കെയോ നിയന്ത്രിക്കാൻ ശ്രമിച്ചു. കാരണം ഒരു ആൾ യാത്രയ്ക്കായിട്ട് ഇറങ്ങുമ്പോൾ കരയുന്നത് അശുഭകരമാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ അവരുടെ കരച്ചിലിനെ നിയന്ത്രിക്കുകയാണ്. ഒരുപാട് സ്ത്രീജനങ്ങൾ കൊട്ടാരത്തിന്റെ ഭാഗത്ത്, ടെറസിന്റെ ആ ഭാഗത്തേക്ക് എത്തി. എന്നിട്ട് ഭഗവാനെ കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എത്രത്തോളം ഭഗവാനെ അവർ സ്നേഹിക്കുന്നു അല്ലേ. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതുപോലെ നമുക്കെല്ലാവർക്കും ഭഗവാനുമായിട്ടൊരു ശാശ്വത ബന്ധമുണ്ട്.
ആ ശാശ്വത ബന്ധത്തെ തിരിച്ചറിയുക എന്നതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. അങ്ങനെ ഒരുപാട് ദുഃഖത്തിലാണ്ടുപോയി ഹസ്തനപുരിയിലുള്ള എല്ലാവരും. ഭഗവാനെ പിരിയാനേ തയ്യാറല്ല. പക്ഷേ ഭഗവാനെ പിടിച്ചു നിർത്താനും കഴിയില്ലല്ലോ. ഭഗവാൻ അഖിലകോടി ബ്രഹ്മാണ്ട നായകനാണ്. ഭഗവാനല്ലേ നിശ്ചയിക്കേണ്ടത്. പല രീതിയിലും അവരുടെ വിഷമം പ്രകടിപ്പിച്ചോ പാണ്ഡവരെല്ലാവരും. അവസാനം മെല്ലെ മെല്ലെ ഭഗവാന്റെ രഥം മുന്നോട്ട് നീങ്ങിത്തുടങ്ങി. ഭഗവാന്റെ രഥം പൂർണ്ണമായിട്ടും അദൃശ്യമാകുന്നത് വരെ എല്ലാവരും അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. അതിനുശേഷം ഭഗവാൻ പല പല ഗ്രാമങ്ങളിലൂടെയൊക്കെ സഞ്ചരിച്ച് ആ ഓരോ പ്രദേശത്തെത്തുമ്പോഴും അവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒത്തുകൂടി ഭഗവാനെ സ്വീകരിക്കും. ഭഗവാന്റെ കീർത്തനങ്ങൾ ആലപിച്ചു. ഒടുവിൽ ഭഗവാൻ ദ്വാരകയിലേക്ക് എത്തുകയാണ്. ദ്വാരകയിലെത്തിയ ഉടൻ തന്നെ ഭഗവാൻ പാഞ്ചജന്യം ഊതുകയാണ്. പാഞ്ചജന്യത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ദ്വാരകാവാസികൾക്ക് ഒരുപാട് സന്തോഷമായി. അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ ഒരു പ്രതീതിയായിരുന്നു അവർക്ക് മനസ്സിലായി, സാക്ഷാൽ ഭഗവാൻ എത്തി, നമ്മുടെ എല്ലാമായ ഗുരുവായൂരപ്പൻ തിരിച്ചെത്തി. അവരെല്ലാവരും ഓടി പല പല ഉപഹാരങ്ങൾ കൊണ്ട് ഭഗവാനെ സ്വീകരിക്കാനായിട്ട് ഓടിയെത്തി. എന്നിട്ട് അവരെല്ലാവരും പറഞ്ഞു, ഭഗവാന്റെ മുമ്പിൽ എത്തിയപ്പം പറഞ്ഞു, ഭഗവാനെ, നമ്മുടെ മഹാസൗഭാഗ്യമാണ് നമുക്ക് വീണ്ടും അങ്ങേ കാണാൻ കഴിയുന്നത്. അങ്ങ് ഇവിടെ ഇല്ലാതിരുന്നപ്പോൾ നമ്മുടെ കണ്ണുകൾക്ക് സൂര്യൻ ഇല്ലാത്ത ഒരു പ്രതീതിയായിരുന്നു. അതായത് സൂര്യനില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല. രാത്രിയിൽ നമ്മൾ ചന്ദ്രൻ്റെ നിലാവിലൂടെയും നമുക്ക് കാണാൻ കഴിയുന്നത് സൂര്യൻ്റെ പ്രകാശം തന്നെയാണ്. പക്ഷെ ഈ പ്രപഞ്ചത്തിൽ നിന്നും സൂര്യൻ അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒരു വ്യക്തിക്ക് കാണാൻ കഴിയാത്തത്? അതേപോലെ അങ്ങില്ലാത്തതുകൊണ്ട് സൂര്യനില്ലാതെ നമ്മുടെ കണ്ണുകൾ പ്രവർത്തനരഹിതമായതുപോലെയായിരുന്നു. അങ്ങയുടെ സുന്ദരമായിട്ടുള്ള ഈ രൂപത്തെ കാണാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ വളരെ അസഹനീയമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങ് എപ്പോഴും നമ്മളോട് കാരുണ്യ കൃപാകടാക്ഷം ചൊരിയാറുണ്ട്. അങ്ങയുടെ സുന്ദരമായിട്ടുള്ള കണ്ണുകൾ കാണാതെ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല എന്ന് ദ്വാരകാവാസികൾ പറയുക. അവർ വീണ്ടും വീണ്ടും ഭഗവാനെ ഇങ്ങനെ നോക്കിക്കൊണ്ട്, അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ്വാരകാവാസികൾ നിത്യവും ഭഗവാന്റെ കൂട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അവർക്ക് പോലും ഭഗവാനെ കണ്ടിട്ട് മതിയാകുന്നില്ല എന്ന്. ഭഗവാന്റെ ആ സൗന്ദര്യം, ഭഗവാന്റെ ആകർഷണം എന്തായിരിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. അതായത് എത്ര നേരം ഭഗവാനെ നോക്കിയിട്ടും, അതായത് ഇവരെല്ലാം ഭഗവാന്റെ ബന്ധുക്കളാണ്, പക്ഷെ എന്നിട്ടും ഭഗവാനെ കണ്ടിട്ടും അവർക്ക് മതിയാകുന്നില്ലെന്നുള്ളതാണ്. അവർ വീണ്ടും വീണ്ടും ഭഗവാനെ ഇങ്ങനെ നോക്കി ഇരിക്കുകയാണ്. ഇതിവിടെ പറയുന്നു, ഭഗവാന്റെ സുന്ദരമായിട്ടുള്ള രൂപം കണ്ണിനും മനസ്സിനും ഹൃദയത്തിനും ഒരുപാട് ആനന്ദം ഇങ്ങനെ നൽകിക്കൊണ്ടേയിരിക്കും. അതായത് കണ്ണിന് കാണാൻ പറ്റുന്ന ഏറ്റവും മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഭഗവാന്റെ രൂപം. പക്ഷെ ആ കാഴ്ചയിലൂടെ നമ്മുടെ മനസ്സും നിറയും, ഹൃദയവും നിറയും. പക്ഷെ മതിയാകത്തുമില്ല. സന്തോഷവും സമാധാനവും സംതൃപ്തിയും കിട്ടും ഭഗവാനെ കാണുമ്പോൾ നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും. പക്ഷേ മതിയാകത്തുമില്ല. വീണ്ടും വീണ്ടും ഇങ്ങനെ കാണാൻ ആഗ്രഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും, കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും. ഭഗവാൻ ദ്വാരകാവാസികൾ ഓരോ വ്യക്തികളോടും പ്രത്യേകമായിട്ട് മറുപടി നൽകിയെന്നുള്ളതാണ്. എല്ലാവർക്കും തോന്നി, ഇത്രയും ആൾക്കാരുടെ ഇടയിൽ എന്നോട് മാത്രം ഭഗവാൻ സംസാരിച്ചു, എന്നെ മാത്രം ഭഗവാൻ നോക്കി, ഇങ്ങനെ ഓരോ ഭക്തർക്കും തോന്നി. കൂടാനുകൂടി ഭക്തർ ചുറ്റി നിൽക്കുകയാണ്. പക്ഷെ ഓരോ ഭക്തർക്കും തോന്നി ഭഗവാൻ പ്രത്യേകമായിട്ട് ഓരോ ഭക്തരുമായിട്ട് ഇടപെടുകയാണ്. പക്ഷേ ഓരോ വ്യക്തികൾക്കും തോന്നുന്നത് എന്താണ്? ഭഗവാൻ എന്നോട് മാത്രം
അടുപ്പം കാണിക്കുന്നു എന്ന് ഓരോ ഭക്തർക്കും തോന്നി. ഇതെന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമല്ലേ എന്ന്. അതിനുശേഷം ഭഗവാൻ അന്തപുരിയിലേക്ക് പ്രവേശിച്ചു. അദ്ദേഹത്തിൻ്റെ ഭഗവാന്റെ ബന്ധുക്കളെയും ഭാര്യമാരെയും കാണാനായിട്ട്. എന്നിട്ട് അവിടെ പ്രത്യേകം പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ ഗൃഹസ്ഥ ജീവിതത്തിലായിരുന്നു എങ്കിലും ഒരിക്കലും സാധാരണ ഒരു ഗൃഹസ്ഥനെ പോലെ അല്ലായിരുന്നു. ഇന്ദ്രിയ ആസ്വാദനത്തിൽ മഗ്നനായിട്ട് സുഖിച്ചാർമതിച്ച് ജീവിക്കുന്ന പോലെ അല്ലായിരുന്നു ഭഗവാൻ ഗൃഹസ്ഥ ആശ്രമത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും പാലിച്ചിരുന്നു. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പേ തന്നെ എഴുന്നേക്കും, യജ്ഞങ്ങൾ ചെയ്യാം. ഒരു ഗൃഹസ്ഥൻ ചെയ്യേണ്ടതായിട്ടുള്ള യജ്ഞങ്ങൾ, പൂജാതി കർമ്മങ്ങളെല്ലാം, സന്ധ്യാവന്ദനം എല്ലാം ഭഗവാൻ ഒരിക്കലും മുടക്കിയിട്ടില്ല. അന്നേരം എടുത്തു പറയുന്ന ഭാഗവത്തിൽ രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പായിട്ട് ഓരോ പക്ഷികളൊക്കെ ഇങ്ങനെ കരയുമ്പോൾ ഭഗവാന്റെ ഭാര്യമാർ പക്ഷികളെയൊക്കെ ശപിക്കും. എന്തിനാണ് ഇവർ ഇത്രയും രാവിലെ ബഹളം ഉണ്ടാക്കുന്നത്? കാരണം അവർ ഭഗവാനെ ആയിട്ട് കെട്ടിപ്പിടിച്ച് ഇങ്ങനെ കിടക്കുന്ന സമയമാണ്. പക്ഷെ ഭഗവാൻ അന്നേരം പല രീതിയിലും അവർ സ്നേഹത്തോടുകൂടി ഭഗവാനെ വശത്താക്കാൻ നോക്കും. പക്ഷെ ഭഗവാൻ ചിരിച്ച് അതിലൊന്നും മയങ്ങാതെ ഭഗവാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ഭഗവാന്റെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങുന്നു. അന്നേരം ഭഗവാന്റെ ഭാര്യമാർക്ക് ഏറ്റവും ദേഷ്യം തോന്നുന്ന നിമിഷങ്ങൾ അതാണ്. അവർ ഭഗവാനെ പിരിയാൻ അവർക്ക് ഒട്ടും ഇഷ്ടമല്ല. അന്നേരം ഭഗവാൻ 16,108 ഭാര്യമാരൊത്ത് അവിടെ താമസിക്കുന്നുണ്ടെങ്കിൽ 16,108 രൂപങ്ങളെടുത്ത് ഭഗവാൻ വസിക്കുന്നുണ്ടെങ്കിലും ഭഗവാൻ ഒരിക്കലും ഉത്തരവാദിത്തങ്ങളായിട്ടൊന്നുമില്ല. പ്രപഞ്ചം മുഴുവൻ അദ്ദേഹത്തിൻ്റെതാണ്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ദാസന്മാരാണ്. പക്ഷേ അദ്ദേഹം സ്വയം ഗൃഹസ്ഥാശ്രമ ജീവിതത്തിലെ ധർമ്മങ്ങളെ ഒരിക്കലും മറക്കാറില്ല. എന്നാൽ ഇവിടെ ഭാര്യമാരെല്ലാം ഒരു ഭാര്യ എങ്ങനെയൊക്കെയാണോ ഭർത്താവിനെ സ്നേഹിക്കുന്നത് ആ എല്ലാവിധ സ്നേഹങ്ങളും അവർ ഭഗവാന് നൽകി. സർവോപരി അവരുടെ ഭക്തി, അവരുടെ സേവന മനോഭാവം, അതാണ് ഭഗവാനെ ഏറ്റവും കൂടുതൽ ആകർഷിപ്പിച്ചത്. അല്ലാതെ അവരുടെ സൗന്ദര്യമോ അല്ലെങ്കിൽ അവരുടെ കാമാസക്തിയോ അല്ല, കാമാസക്തിയുടെ കൂടിയുള്ള നോട്ടമല്ല ഭഗവാനെ അവരിലേക്ക് ആകർഷിപ്പിച്ചത്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരെത്രത്തോളം ഭഗവാനെ സ്നേഹിച്ചിരുന്നു ഹൃദയാംഗതമായിട്ട്. ആ ഭക്തിഭാവത്തെയാണ് ഭഗവാൻ ഏറ്റവും കൂടുതൽ കണ്ടത് എന്ന് ഇവിടെ എടുത്തു പറയുന്നു. അന്നേരം ദ്വാരകാവാസികളുമായിട്ടുള്ള ഭഗവാന്റെ ഈ ഇടപെടലുകളിൽ നിന്നും നമ്മൾ പഠിക്കേണ്ട കാര്യം, ഭഗവാൻ കൃഷ്ണന് ഭാര്യമാരുമായിട്ടുള്ള ബന്ധം അത് ആധ്യാത്മിക പ്രേമമാണ്, അല്ലാതെ അതൊരിക്കലും ഭൗതിക കാമമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഭൗതിക ബന്ധമല്ല, ആധ്യാത്മിക ബന്ധമാണെന്ന് മനസ്സിലാക്കുക. നമ്മൾ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ബന്ധങ്ങളും അത് ശാശ്വത ബന്ധമല്ല. പല പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്, എന്നാലും ഒന്നും കൂടെ ചർച്ച ചെയ്യാം. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. നമ്മൾ യഥാർത്ഥത്തിൽ ഭഗവാന്റെ കൂട്ടത്തിൽ ആധ്യാത്മിക ലോകത്തിൽ ഇരിക്കേണ്ടവരാണ്. ആ ഒരു അവസ്ഥയെ മറന്ന് നമ്മൾ ഈ ലോകത്തിൽ പല ശരീരങ്ങളെടുത്ത് ആ ശരീരത്തിൻ്റെ ഉള്ളിലിരുന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. നമ്മൾ ഈ ശരീരമാണെന്ന് കരുതി ഓരോരോ പ്രവർത്തികളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ശരീരമായിട്ട് ബന്ധപ്പെട്ട ബന്ധങ്ങളിൽ മഗ്നരായിട്ട് ജീവിക്കുകയാണ്. പക്ഷേ ഇതൊന്നും യാഥാർത്ഥ്യമല്ല. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവാത്മാക്കൾക്കും, അത് ആണായാലും പെണ്ണായാലും, ഏത് ജാതിയിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ഏത് ഭാഷ സംസാരിക്കുന്ന വ്യക്തിയാണെങ്കിലും, ഏത് രാജ്യത്തിലുള്ള വ്യക്തിയാണെങ്കിലും,
നമുക്ക് എല്ലാവർക്കും ശാശ്വതമായിട്ട് ഒരേ ഒരു ധർമ്മമേ ഉള്ളൂ, അത് ഭഗവാന്റെ സേവനം ചെയ്യുക എന്നതാണ്. അതൊഴികെ നമ്മൾ എന്ത് ചെയ്താലും അത് ശരിയല്ല. അതുകൊണ്ട് ഈ ലോകത്ത് ഭഗവാൻ വരുന്ന സമയത്ത് ഭഗവാനുമായിട്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ കാണുന്നത് പോലെ ഒരു ബന്ധം ഭക്തരുണ്ടാക്കി ആ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്ത് കാണുന്ന സാധാരണ ബന്ധങ്ങളെ പോലെ ഒരു ഇടപെടലുകൾ നമ്മൾ കാണുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ അടിസ്ഥാനം വളരെ ഉയർന്നതാണ്. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഈ ലോകത്തിൽ അച്ഛൻ, അമ്മ, ഭാര്യ, ഭർത്താവ് ഈ ബന്ധങ്ങളുണ്ടെങ്കിലും അതേ ബന്ധം ഭഗവാനുമായിട്ടാകുമ്പോൾ അത് പരിശുദ്ധമാകുന്നു, അതൊരിക്കലും മായയാകുന്നില്ല. പക്ഷെ അതല്ലാതെ മറ്റ് വ്യക്തികളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും മായയാകുന്നു. കാരണം എന്താ? അത് ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ബന്ധമാണ്. ആത്മീയ തലത്തിലേക്കുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എപ്പോഴും പരിശുദ്ധ ബന്ധമായിരിക്കും. കാരണം വീണ്ടും അതേ കാര്യം തന്നെ നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. നമ്മൾ ശരീരമല്ല, നമ്മൾ ആത്മാവാണ്. ഒരു ശരീരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന എല്ലാ ബന്ധങ്ങളും അത് നിലനിൽക്കത്തില്ല, അത് മായയാണ്. പക്ഷേ ഇതേ ശരീരം ഉപയോഗിച്ച് ഭഗവാനുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുമ്പോൾ ആ ബന്ധം ശാശ്വത ബന്ധമാണ്. കാരണം എന്താ? നമ്മൾ ആത്മീയ ലോകത്തിൽ ഭഗവാനുമായിട്ട് എങ്ങനെയാണോ ഇരിക്കേണ്ടത് അത് തന്നെയാണ് നമ്മൾ ഈ ലോകത്തിൽ ഈ ശരീരം വെച്ച് ചെയ്യുന്നത്. അതായത് എന്തു പറ്റും? ക്രമേണ ഈ ശരീരം പരിശുദ്ധമായി മാറും. പൊതുവെ പുലയാണെങ്കിലും അല്ലെങ്കിൽ അശുദ്ധി സ്ത്രീജനങ്ങൾക്ക് വരുന്നതൊക്കെ ഒരു യഥാർത്ഥ അശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനിൽ നിന്നും അകറ്റുന്ന ചിന്തകൾ, ഭഗവാനിൽ നിന്നും അകറ്റുന്ന ആഗ്രഹങ്ങൾ, ഇതൊക്കെയാണ് യഥാർത്ഥ അശുദ്ധി എന്ന് പറയുന്നത്. ശാരീരിക ശുദ്ധി അത് നമുക്ക് കുളിക്കുന്നതിലൂടെ, മന്ത്രോച്ചാരണത്തിലൂടെ, ജലം തളിക്കുന്നതിലൂടെ, ഭഗവാന് സമർപ്പിച്ച ജലം, അതിലൂടെയൊക്കെ നമുക്ക് ശുദ്ധമാകാൻ കഴിയും. ഒരു പ്രത്യേക സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ശുദ്ധിയിലേക്ക് മാറും. പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ആഗ്രഹങ്ങൾ, ചിന്തകൾ, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശുദ്ധി എന്ന് പറയുന്നത്. ആ ശുദ്ധിയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത്. അതായത് ഭഗവാനിൽ നിന്നും നമ്മളെ അകറ്റുന്ന ചിന്തകളിൽ നിന്നും, ആഗ്രഹങ്ങളിൽ നിന്നും, വിഷയങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക എന്നത്. എന്നിട്ട് ഭഗവാനുമായിട്ട് നമ്മളെ കൂടുതൽ അടുപ്പിക്കുന്ന കാര്യങ്ങളുമായിട്ട് അടുത്ത് നിൽക്കുക. അത് തുടർച്ചയായിട്ട് ചെയ്യുക, സന്തോഷത്തോടു കൂടി ചെയ്യുക. അപ്പം ഭഗവാനുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യിപ്പിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ജപം, ഭഗവാനെക്കുറിച്ച് കേൾക്കുന്നത്, ഭഗവാനെക്കുറിച്ച് പഠിക്കുന്നത്, നമ്മളുടെ കഴിവുകളെ ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് നന്നായി പാടാൻ കഴിയുമെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കീർത്തനങ്ങൾ ആലപിക്കുക. നമുക്ക് നന്നായി പാചകം ചെയ്യാൻ കഴിയുമെങ്കിൽ ഭഗവാന് വേണ്ടി നിവേദ്യങ്ങൾ സമർപ്പിക്കുക. എന്നിട്ട് നമ്മുടെ ഓരോ കഴിവുകളും ഭഗവാന്റെ സേവനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അതും ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട്. എന്തുകൊണ്ടാണ് ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാൻ നമ്മൾ പറയുന്നത്? കാരണം നമ്മൾ ഏത് കൂട്ടായ്മയിൽ നിൽക്കുന്നോ അതിനനുസരിച്ച് നമ്മുടെ ബോധം മാറിക്കൊണ്ടേയിരിക്കും. നമ്മൾ പൊതുവെ കുട്ടികളെ നമ്മൾ, കൊച്ചുകുട്ടികളല്ല, വലിയ കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും ആരായാലും ഏത് തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇടപെടുന്നോ നമ്മൾ അത്തരത്തിലുള്ള വ്യക്തിയായിട്ട് മാറും. കുട്ടികൾ നന്നായി പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ അവരുടെ പഠിത്തത്തിൽ പുരോഗതി ഉണ്ടാവും. പഠിക്കാൻ താല്പര്യമില്ലാത്ത കുട്ടികളുമായിട്ടാണ് നമ്മുടെ കുട്ടികൾ ഇടപെടുന്നതെങ്കിൽ അവരും പഠിത്തത്തിൽ മോശമാണ്, അല്ലേ? അന്നേരം അതേപോലെ ഭക്ത കൂട്ടായ്മയിൽ നിൽക്കേണ്ട പ്രാധാന്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊതുവെ ഈ ഭൗതിക ലോകത്തിൽ, കലിയുഗത്തിൽ ഭക്തി പരിശീലിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഏറ്റവും ഉത്തമ കാര്യമാണെങ്കിലും അത്ര എളുപ്പമല്ല. കാരണം എന്താ? നമ്മൾ താമസിക്കുന്ന ലോകം
കലിയുഗമാണ്. അതുകൂടാതെ ഇത് ഭൗതിക ലോകമാണ്, മായാലോകമാണ്. അതുകൊണ്ട് ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ സമയത്ത് കലിയുഗത്തിൽ ആചരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്, ഒരുപാട് തടസ്സം. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും കുറച്ചെങ്കിലും ആത്മാർത്ഥമായിട്ട് ഭക്തി പരിശീലിക്കുമ്പോൾ തന്നെ ഭഗവാൻ ഒരുപാട് സന്തോഷം തോന്നും. കാരണം എന്താ, അത്രത്തോളം വിപരീത സാഹചര്യങ്ങളാണ്. ഒന്ന്, ആയുസ് വളരെ കുറവാണ്. പിന്നെ മടിയുണ്ട്. ആയുസ്സുണ്ടെങ്കിലും മടി മാറുന്നില്ല. ഇതെല്ലാം മടിയൊക്കെ മാറ്റി നമ്മൾ സേവനം ചെയ്യാൻ തയ്യാറാണെങ്കിലും വഴിതെറ്റിപ്പോവും. ശരിയായിട്ടുള്ള ഒരു ഗുരുശിഷ്യ പരമ്പരയുടെ അടുത്ത് എത്തത്തില്ല. ഇനി ശരിയായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയുടെ അടുത്ത് എത്തിയാലും അവരുടേതായിട്ടുള്ള ഊഹാപോഹങ്ങൾ കാരണം അവർക്ക് അത് ഫോളോ ചെയ്യാൻ കഴിയില്ല. പിന്നെ പല തടസ്സങ്ങളും, ഇങ്ങനെ ബന്ധുമിത്രാദികളിൽ നിന്നുള്ള തടസ്സം. അതായത് നമ്മൾ ശരിയാകുമ്പോൾ ചുറ്റുപാടിലുള്ള ആൾക്കാർ ശരിയാകത്തില്ല, അവരെപ്പോഴും തടഞ്ഞുകൊണ്ടേയിരിക്കും. ആദ്യം ഭക്തിയിൽ വരാൻ ഏറ്റവും വലിയ തടസ്സം നമ്മൾ തന്നെയാണ്. അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കത്തില്ല, അലസതയിലും മടിയിലും നമ്മുടെ സമയം കളയും. ഇനി അതിനെയെല്ലാം അതിജീവിച്ച് ഭഗവാന്റെ കാരുണ്യത്താൽ നമ്മുടെ പല നാളുകളായിട്ട് നമ്മൾ സത്സംഗം കേട്ടതിൻ്റെയും പിന്നെ ജപത്തിൻ്റെയും വായനയുടെയൊക്കെ റിസൾട്ട് നമുക്ക് കിട്ടി. അതിൻ്റെ പ്രാധാന്യത മനസ്സിലാക്കി നമ്മൾ തീരുമാനം എടുക്കാൻ തുടങ്ങുമ്പോൾ സമയം അനുവദിക്കുന്നില്ല, സമയം കിട്ടുന്നില്ല. ഈ സമയം കിട്ടിയാലും ചുറ്റുപാടുള്ള ആൾക്കാർ അനുവദിക്കത്തില്ല നമ്മളെ പൂർണ്ണമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി, അല്ലേ, ഈ ഒരു മാർഗത്തിലേക്ക് പോകാൻ വേണ്ടി. ഇനി അതിനെല്ലാം അതിജീവിച്ച് നമ്മൾ വീണ്ടും വന്നാലോ നമ്മുടെ മനസ്സ് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിച്ചുകൊണ്ടിരിക്കും. വളരെ എളുപ്പമല്ല, വളരെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഭക്തിയിൽ പുരോഗമിക്കുക എന്ന് പറഞ്ഞാൽ. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? എങ്ങനെയെങ്കിലും നമ്മൾ കൂടുതലും ഭക്തരുമായിട്ട് ഇടപെടണം. ഭക്തരുമായിട്ടുള്ള ഒരു സമ്പർക്കം, ഭക്തരുമായിട്ട് ഭക്ത കൂട്ടായ്മയിൽ നിന്ന് സേവനം ചെയ്യുന്നത്. എപ്പോഴും ഓർക്കുക, സ്കൂളിൽ കാണുന്ന പോലെ നന്നായി പഠിക്കുന്ന കുട്ടികളുമായിട്ട് ഇടപെടുമ്പോൾ എന്ത് പറ്റും? നമുക്ക് നന്നായി പഠിക്കാനുള്ള പ്രചോദനം ലഭിക്കും. തീരെ പഠിത്തത്തിൽ മോശമായിട്ടുള്ള വ്യക്തികളുമായിട്ട് ഇടപെടുമ്പോൾ നമ്മുടെ പഠിത്തം ഇനിയും മോശമാവും. അതുകൊണ്ട് അതേ പ്രിൻസിപ്പിൾ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യേണ്ടത്. നമുക്കറിയാം നമ്മളാരും പരിശുദ്ധ ഭക്തരല്ല. പരിശുദ്ധ ഭക്തർ എന്ന് പറഞ്ഞാൽ എന്താ? ഉള്ളിൻ്റെ ഉള്ളിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകളും ആഗ്രഹങ്ങളും മാത്രമുള്ള വ്യക്തികൾ, അവരെയാണ് പരിശുദ്ധ ഭക്തർ എന്ന് പറയുന്നത്. നമ്മൾ അങ്ങനെയാണെന്ന് ചിലപ്പോൾ നമ്മൾ കരുതും. എന്തുകൊണ്ട്? നമ്മൾ യഥാർത്ഥ ഭക്തരുമായിട്ട് ഇതുവരെ ഇടപെട്ടില്ല. അതുകൊണ്ട് പൊതുവെ നമ്മൾ ഭാഗവതം വായിക്കുകയും പല പല ഭക്തരുടെ ചരിത്രവും കേൾക്കുമ്പോൾ നമ്മൾ അങ്ങനെയാണെന്ന് നമ്മൾ ചിന്തിക്കുന്നു. പക്ഷേ അവരുടെ ജീവിതത്തിൽ നടന്ന സംഭവ വികാസങ്ങളെ ഡീപ്പായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അത്രയൊന്നും നമ്മൾ എത്തിയിട്ടില്ല, നമ്മൾ ഒരുപാട് അകലെയാണെന്ന്. അതുകൊണ്ടാണ് ഭക്തർക്ക് ജീവനില്ല എന്നല്ല, പക്ഷെ നമ്മുടെ മുമ്പിൽ ജീവനോട് കൂടിയുള്ള, നമുക്ക് കാണാൻ കഴിയുന്ന, സംസാരിക്കാൻ കഴിയുന്ന, ഇടപെടാൻ കഴിയുന്ന അങ്ങനെയുള്ള ഭക്തരുടെ മഹത്വം അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്. കാരണം ഗ്രന്ഥങ്ങളിലൂടെ കേൾക്കുന്ന ഭക്തർ ഇപ്പോഴും ഉണ്ട് ഭഗവാന്റെ ലോകത്തിൽ. അവരെന്നും ഉണ്ട് ഭഗവാൻ. അവർക്ക് മരണമില്ല, ഭക്തർക്ക് മരണമില്ല. പക്ഷേ നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്ന അങ്ങനെയുള്ള ഭക്തരുമായിട്ട് നമ്മൾ കൂടുതൽ ഇടപെടണം. കാരണം അതിലൂടെയായിരിക്കും നമ്മുടെ ഭക്തിയിൽ നമുക്ക് പുരോഗമിക്കാൻ കഴിയുന്നത്. അങ്ങനെയുള്ള ഭക്തരുമായിട്ട് ഇടപെട്ടില്ല എങ്കിൽ ഭഗവാനും ഭക്തിയും ഭാഗവതവും ഗോലോക വൃന്ദാവനവും എന്നും ഒരു സ്വപ്നലോകമായിട്ട് മാത്രമായിരിക്കും. നമുക്കൊരു യാഥാർത്ഥ്യമായിട്ട് തോന്നത്തില്ല. നമ്മൾ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഇവിടെയായിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളും വരും. അത് ശരിയാവത്തില്ല. അതായത് അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിച്ച് വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ അമേരിക്കയിൽ പോകാൻ പറ്റുമോ? ഇല്ല. അതിനു വേണ്ടിയുള്ള ഡോക്യുമെൻറ്റ്സ് റെഡിയാക്കണ്ടേ? പാസ്പോർട്ട്, വിസ, അതൊക്കെ റെഡിയാക്കണം, ടിക്കറ്റ് എടുക്കണം, എന്നിട്ട് ഡേറ്റും ടൈമും നോട്ട് ചെയ്യണം. അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങൾ, നമ്മുടെ കയ്യിൽ ബാങ്ക് അക്കൗണ്ടിൽ കാശ് വേണം, ഇവിടെ ചിലവാക്കാൻ, പിന്നെ കുറേ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും. അതായത് പരീക്ഷയിൽ നല്ല മാർക്സ് മേടിക്കണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരല്ലോ, അതിനുവേണ്ടി ശ്രമം നടത്തണ്ടേ? അതേപോലെയാണ്, സെയിം പ്രിൻസിപ്പിൾ അപ്ലൈസ്. നമ്മൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. അതുകൊണ്ട് നമുക്ക്
സമയം കിട്ടുന്നോ ഇല്ലയോ, അല്ലെങ്കിൽ സാഹചര്യം അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ, ചില വ്യക്തികൾ അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ, അതിനൊന്നും പ്രസക്തിയില്ല അവിടെ. കാരണം അതൊന്നും ഒരിക്കലും ശരിയാവുമെന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ ഒഴുക്കിനെതിരെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കലിയുഗമാണ്, ഭൗതിക ലോകമാണ്, മായാലോകമാണ്. അതുകൊണ്ട് ഒഴുക്ക് ഒരു ദിശയിലേക്കാണ്. അതിനെതിരെ നീന്താൻ ശ്രമിക്കുന്ന വ്യക്തികളാണ് നമ്മൾ. അതുകൊണ്ട് എളുപ്പമല്ലെന്ന് മനസ്സിലാക്കുക. ഈ എതിർപ്പുകൾ എപ്പോഴും ഇങ്ങനെ തന്നെയായിരിക്കും. പക്ഷേ ആ ഒഴുക്കിനൊത്തു പോയി കഴിഞ്ഞാൽ നേരെ നമ്മൾ കുഴിയിലേക്കായിരിക്കും പോകുന്നത്. കലിയുഗം ഏത് ദിശയിലേക്കാണ് പോകുന്നത്, എല്ലാവരെയും കൂടുതൽ പേരെ എങ്ങനെ നരകത്തിലേക്ക് എത്തിക്കാം എന്നാണ് ഈ ഒഴുക്കിൻ്റെ പ്രത്യേകത. എല്ലാവരെയും നരകത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. മത്സ്യമാംസാദികൾ കഴിപ്പിക്കുക, ലഹരി പദാർത്ഥത്തിൽ അടിമയാക്കുക, ചൂതുകളി, അവീത ബന്ധങ്ങൾ, ചുറ്റുപാട് നിങ്ങൾക്ക് ഇതല്ലേ കാണാൻ കഴിയുന്നു. പണ്ടൊക്കെ ഇത്രയും നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നുണ്ടായിരുന്ന ആൾക്കാരില്ല. ഇന്ന് അത് കൂടിക്കൊണ്ടേയിരിക്കുന്നു. മുക്കിന് നോൺ വെജ് കടകൾ, റെസ്റ്റോറൻറ്റുകൾ എന്നാലോചിച്ചു. പിന്നെ പണ്ടൊക്കെ ഒരാണും പെണ്ണും സംസാരിക്കുമ്പോഴത്തേക്ക് ഒരു 100 പ്രാവശ്യം ആലോചിക്കും. ഇന്നങ്ങനെയൊന്നുമില്ല. ഫ്രീഡമിൻ്റെ പേരിൽ എന്ത് തോന്നിയാസമാണെന്നാണ്. എന്നിട്ട് ഇന്ന് ഈ ഒരു ആണും പെണ്ണുമായിരിക്കും, കുറച്ച് ദിവസം കഴിയുമ്പോൾ അതേ ആണ് വേറൊരു പെണ്ണുമായിട്ടായിരിക്കും, ആ പെണ്ണ് വേറൊരാണുമായിട്ടായിരിക്കും. അതായത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിൽ എന്തും ആകാമെന്നാണ് ഇന്നത്തെ കാലത്ത്. ഒന്നാലോചിച്ചു. അവിഹിത ബന്ധങ്ങൾ, ലിവിങ് ടുഗദർ എന്നുള്ള പലതിൻ്റെയും പേരിൽ ഇതൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അവസാനം എന്തോ ഭയങ്കര സോൾമേറ്റ്സ് എന്ന് പറയുന്ന അതേ ആൾക്കാർ എന്തോ പറയുന്നത് വലിയ സോൾ എനിമീസായിട്ട് മാറുകയാണ്. എത്രയോ ജന്മാന്തരങ്ങളായിട്ടുള്ള ശത്രുക്കളെ പോലെയാണ് പെരുമാറുന്നത്. സുഹൃത്തുക്കളെക്കാട്ടിയും വലിയ ബന്ധങ്ങളായിട്ടിരുന്ന ആ സുഹൃത്തുക്കൾ ആ ഒരു ബന്ധത്തിന് വേണ്ടി അച്ഛനമ്മമാരെ പോലും ഉപേക്ഷിച്ച അതേ വ്യക്തികൾ തന്നെ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് മാറുകയാണ്. പിന്നെ എന്നാലോചിച്ചു. പിന്നെ കള്ളും കഞ്ചാവിനും ഒരു ലിമിറ്റില്ലെന്നുള്ള. എത്രത്തോളമാണ് കള്ള് കുടിക്കുന്നത്. പെൺകുട്ടികൾ വരെ വൈൻ കുടിച്ചാൽ കുഴപ്പമില്ല, ബിയർ കുടിച്ചാൽ കുഴപ്പമില്ല, കള്ള് തന്നെയല്ലേ. എത്രത്തോളം കള്ള് കുടിക്കണം. കഞ്ചാവ് അതൊക്കെ ഒരു ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ്. കള്ളും കഞ്ചാവും കുടിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ ബോൾഡ് ആൾക്കാരല്ല, ചങ്കൂറ്റമുള്ള ആൾക്കാരല്ല എന്നാണ് പൊതുവേ ഒരു വെപ്പ്. ഒന്നാലോചിച്ചത്. ഇങ്ങനെ എങ്ങോട്ട് പോകാൻ, ഇത് നേരെ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഗാംബ്ലിങ്, കാശ് വെച്ചിട്ട് ഗാംബ്ലിങ് കളിക്കുന്നു, ചൂത് കളിക്കുന്നു, കാശിനുള്ള ആർത്തി. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കുക, എന്നിട്ട് ആ കാശ് വെച്ച് അവിഹിത ബന്ധങ്ങൾ, മാംസഭക്ഷണം, ലഹരി പദാർത്ഥം, ഇതിനു വേണ്ടിയല്ല എല്ലാവരും ചിലവാക്കുന്നു. അല്ലാതെ എന്തിനു വേണ്ടി ചിലവാക്കുന്നു? എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ആ വ്യക്തിയുടെ കാശ് മുഴുവൻ പോകുന്നത് ഇതിനു വേണ്ടിയാണ്. അല്ലെങ്കിൽ പിന്നെ കാശ് ഇങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് മറ്റുള്ളവർക്ക് മാംസഭക്ഷണവും ലഹരി പദാർത്ഥങ്ങളും അവിഹിത ബന്ധങ്ങളും പുലർത്താനുള്ള അവസരങ്ങൾ നൽകിക്കൊണ്ട് അവരെ അടിമകളാക്കി വയ്ക്കുന്നു. എന്തിനു വേണ്ടി? ഇവരെ കൂടുതൽ കാശുണ്ടാക്കാൻ സഹായിക്കും. വലിയൊരു ഗെയിമാണതില്ല. ഈയിടയ്ക്ക് തന്നെ ഒരു വലിയൊരു പണക്കാരൻ്റെ വിവാഹത്തിൽ ഇത്രയും സെലിബ്രിറ്റീസിനെയൊക്കെ വിളിച്ചിരുന്നതിന് കാശ് കൊടുത്ത് വാങ്ങുന്നതാണ് അവരെല്ലാം. എന്നിട്ട് എന്താവും? ഇത്രയും ആൾക്കാർ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആൾക്ക് കൂടുതൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും. അതായത് ഇവർക്ക് വേണ്ടുന്ന കാശാണ്. എന്തിനു വേണ്ടി? കള്ളു കുടിക്കാനും മാംസഭക്ഷണം കഴിക്കാനും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാനും അവിഹിത ബന്ധങ്ങൾ പുലർത്താനും കാശ് വേണം. ആ കാശ് ഇദ്ദേഹം കൊടുക്കുന്നു. എന്നിട്ട് അവരെ വിലയ്ക്ക് വാങ്ങുന്നു. ആ വിലയ്ക്ക് വാങ്ങുന്ന ആൾക്കാർ ഇദ്ദേഹത്തിന് വേണ്ടി എന്തും ചെയ്യും. എന്നിട്ട് അതിൻ്റെ പേരിൽ ഇത്രയും പേരെ എനിക്കറിയാമല്ലോ, ഇത്രയും പേര് എൻ്റെ കൺട്രോളിലാണ് എന്നതിലൊരു ഈഗോ, അതിലൂടെ ഒരു സുഖം ആസ്വദിക്കുന്നു. അതുകൂടാതെ അതിൻ്റെ പേരിൽ കൂടുതൽ ബിസിനസ് ഉണ്ടാക്കാൻ നോക്കുന്നു. മൊത്തത്തിൽ ആകെ ഒരു വല്ലാത്തൊരു ട്രാപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് സ്പോർട്സ് മേഖലയിലാണെങ്കിലും എല്ലായിടത്തും ഇത് തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നടന്മാരുടെ ഇടയിൽ ഇത് തന്നെ നടക്കുന്നത്. ക്രിക്കറ്റേഴ്സിൻ്റെ ഇടയിൽ അവരെല്ലാം കാശ് കൊടുത്ത് വാങ്ങുകയാണ്. എന്നിട്ട്
അവരെ ഉപയോഗിച്ചിട്ട് കൂടുതൽ കാശ് സമ്പാദിക്കാൻ നോക്കുകയാണ്. ഇതിനുവേണ്ടി കൂടുതൽ ആൾക്കാരെ വിലയ്ക്ക് വാങ്ങാനും എല്ലാവരും എൻ്റെ നിയന്ത്രണത്തിലാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്താനും അതിലൂടെ ഒരു അഹങ്കരിച്ച് നടക്കാനും വേണ്ടി. അന്നേരം ഒന്നുകിൽ ആൾക്കാർ കള്ളിൻ്റെയും കഞ്ചാവിൻ്റെയും അവിഹിത ബന്ധത്തിൻ്റെ അടിമയായിട്ട് ജീവിക്കുന്നു, എന്നിട്ട് അതിനുവേണ്ടി കൂടുതൽ കാശ് കൊടുത്ത് ആൾക്കാരെ വാങ്ങിക്കുന്നു, എന്നിട്ട് അവരെ വെച്ച് വീണ്ടും കാശുണ്ടാക്കുന്നു. അതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അന്നേരം നമ്മൾ അതിൽ പെട്ടു പോകാതെ, കാരണം നമ്മൾ ചിന്തിക്കണം ഇവരുടെ ഇതാണ് ഈ ഒഴുക്ക്. അന്നേരം വളരെ ക്ലിയറായിട്ട് പറയുന്നുണ്ട്, ഒരുപാട് പാപകർമ്മങ്ങളുണ്ടെങ്കിലും കലിയുഗത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം ഈ 4 കാര്യങ്ങളാണ്. മത്സ്യമാംസാദികൾ കഴിക്കുന്നതും, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതും, അവിഹിത ബന്ധങ്ങൾ പുലർത്തുന്നതും, ചൂത് കളിക്കുന്നതും, ഇതൊക്കെ വളരെ വലിയ പാപങ്ങളാണ്. ഈ പാപങ്ങളിലൂടെ നമ്മൾ കൂടുതൽ അധപ്പതിച്ചു പോയി നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും. നരകങ്ങളെന്ന് പറയുന്നത് സാങ്കല്പിക ലോകങ്ങളല്ല, യാഥാർത്ഥ്യമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അന്നേരം നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള വ്യക്തികളാണ്. അവരുടെ കൂട്ടത്തിൽ നമ്മൾ ഇരിക്കുന്ന സമയത്ത് അവരോട് നമ്മൾ നാമജപത്തെക്കുറിച്ച് പറയുക, ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവരെങ്ങനെ കേൾക്കാനാണ്? ഇത്രയും പാപകർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? ഇനി ഇതൊക്കെ ചെയ്തിട്ട് അവരുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടോ? ഒരിക്കലും. ശരീരസുഖം കൊണ്ട് ആത്മാവിനെ ഒരിക്കലും തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. കാരണം എന്താ? ശരീരമല്ല, ആത്മാവായതുകൊണ്ട്. അതായത് ഒരു കൂട്ടിനുള്ളിൽ നമ്മൾ വളർത്തുന്ന ഒരു തത്തമ്മയെ പോലെ കൂടിനെ നമ്മൾ എത്ര വൃത്തിയാക്കിയാലും അകത്ത് തത്തമ്മയ്ക്ക് ഭക്ഷണം കൊടുത്തില്ല എങ്കിൽ പിന്നെ എങ്ങനെയാണ് തത്തമ്മയ്ക്ക് ജീവിക്കാൻ കഴിയുക? നമ്മൾ വാഹനത്തെ നന്നായി വൃത്തിയാക്കുന്നു, വാഹനത്തിന് പെട്രോളും മെയിൻ്റനൻസും എല്ലാം ചെയ്യുന്നു, പക്ഷെ വാഹനം ഓടിക്കുന്ന വ്യക്തിക്ക് നമ്മൾ ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ അത് ശരിയാവും? ഒരിക്കലും ശരിയാകത്തില്ല. അതുകൊണ്ട് ഇന്ന് ഈ ലോകത്ത് ഇത്രയും മത്സ്യമാംസാദികൾ കഴിക്കുന്നു. മത്സ്യമാംസാദികളുടെ പ്രത്യേകത എത്രയും ഡേഞ്ചറസ് ആവുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, അത് നമുക്ക് അനുവദിച്ചിട്ടുള്ള ഭക്ഷണമല്ല. അത് കൂടാതെ മറ്റ് ജീവജാലങ്ങളെ നമ്മൾ ദ്രോഹിക്കുകയാണ്. ഒരു ജീവൻ മറ്റൊരു ജീവനെ നിലനിർത്താൻ സഹായിക്കുന്നു, പക്ഷെ മനുഷ്യർക്ക് ഒരിക്കലും മാംസഭക്ഷണം പറഞ്ഞിട്ടില്ല, കഴിക്കാൻ പാടുള്ളതല്ല. അഥവാ ചില വേദശാസ്ത്രങ്ങളിൽ ചില സ്ഥലങ്ങളിൽ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ടെങ്കിലും അത് നിയന്ത്രണത്തിലൂടെ അതെങ്ങനെ കഴിക്കാം, അഥവാ അത്രത്തോളം ആസക്തിയാണെങ്കിൽ മാത്രം. അതിനെക്കുറിച്ച് പറയുന്നു, കൊല്ലുന്ന ആ മൃഗത്തിൻ്റെ ചെവിയിൽ മാംസഹ എന്ന് പറഞ്ഞിട്ട്, അതായത് ഞാൻ എങ്ങനെയാണോ നിന്നെ കൊല്ലുന്നത് അതേപോലെ നിനക്കെന്നെയും അടുത്ത ജന്മത്തിൽ കൊല്ലാം, അതിനുള്ള അനുമതി ഞാൻ നൽകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെ കൊന്നതിന് ശേഷം അതിനെ ചെറിയ തുണ്ടങ്ങളാക്കി അതിനെ ഇതേപോലെ കഴിക്കുന്ന വ്യക്തികൾക്ക് ദാനമായിട്ട് കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്നിട്ട് അതിൽ വളരെ കുറച്ച് ഭാഗം മാത്രമേ ഓരോ വ്യക്തി കഴിക്കാൻ പാടുള്ളൂ. അത് ഇന്ന് അങ്ങനെയൊന്നുമല്ല. ഇന്ന് ഇത് മാത്രം ഭക്ഷണമാക്കി ജീവിക്കുന്ന വ്യക്തികളാണ്. അന്നേരം എന്തു പറ്റും? എത്രത്തോളം മിണ്ടാപ്രാണികളെയാണ് നമ്മൾ കൊല്ലുന്നതെന്ന് നോക്കണം. അന്നേരം അങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ശാന്തി, സമാധാനം, സന്തോഷം ലഭിക്കുക? നമ്മൾ നമ്മുടെ മക്കൾക്ക് നന്മ ആഗ്രഹിക്കുന്നു, പക്ഷേ നമ്മുടെ മക്കൾ ഈ 4 കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി? ഈ 4 പാപകർമ്മങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താലും പാപം തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. എന്തിനേറെ പറയുന്നു, നമ്മൾ വളരെ നിസ്സാരമായിട്ട് കാണുന്ന ചായ, കാപ്പി പോലും അതും പാപമാണ്. വെള്ളുള്ളി പോലും. ഇതൊക്കെ കേൾക്കുമ്പോൾ ആൾക്കാർ ഇത്രയൊക്കെ നിയന്ത്രണം വേണോ? നമ്മൾ നേടാൻ ആഗ്രഹിക്കുന്ന അത്രത്തോളം ഉയർന്ന ലക്ഷ്യമാണ്. ആ ഉയർന്ന ലക്ഷ്യത്തെ നേടിയെടുക്കണമെങ്കിൽ ത്യാഗങ്ങൾ ചെയ്തേ പറ്റൂ. നമ്മൾ ഇത്രയും കാലം ഇതൊക്കെ കഴിച്ചിട്ടും നമ്മുടെ ജീവിതത്തിൽ
എന്താണ് ലഭിച്ചതെന്ന് നമ്മൾ ചിന്തിക്കുക. നമുക്ക് എന്താ ലഭിച്ചിരിക്കുന്നത്? ഒരു തൃപ്തി എന്തായാലും ഉണ്ടായിട്ടില്ലല്ലോ. പക്ഷെ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്തിട്ട് നോക്കൂ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തിനാണ് നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്യേണ്ടത്. ഉള്ളി വെള്ളുള്ളി എന്തുകൊണ്ടാണ് പറയുന്നത്? അത് തമോ ഗുണത്തിലുള്ള ഭക്ഷണമാണ്. ഉള്ളി വെള്ളുള്ളി കഴിക്കുന്തോറും നമ്മുടെ സാത്വിക ഗുണം നശിച്ചുകൊണ്ടേയിരിക്കും, നമ്മുടെ ഉള്ളിലെ തമോ ഗുണം വർദ്ധിക്കും. ഇനി ചായ, കാപ്പി, ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും ലഹരിയുണ്ട്. നമ്മളൊരിക്കലും അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഭാരതീയർ ചായ കുടിക്കുന്നവരല്ലായിരുന്നു, ചായ കാപ്പി കുടിക്കുന്നവരല്ലായിരുന്നു. ഇത് ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഈ ചായ കാപ്പി ഇത്രയും ഫേമസ് ആകാൻ തുടങ്ങിയത്. നമ്മൾ കൂടുതൽ അഡിക്റ്റഡ് ആയി തുടങ്ങി. അതിനെക്കുറിച്ച് പല തത്വചിന്തകരും പറയുന്നുണ്ട്. അതായത് ആദ്യമൊക്കെ ഇവർ ഫ്രീ ആയിട്ട് ബ്രിട്ടീഷുകാർ എല്ലാവർക്കും ചായ കുടിക്കാൻ കൊടുത്തു, ചായ കാപ്പി കുടിക്കാൻ കൊടുത്തു. എന്നിട്ട് പിന്നെ അതിൽ ചാർജ് ചെയ്യാൻ തുടങ്ങി, കാശ് വെച്ചിട്ട് അതിനു വേണ്ടി ചാർജ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് നമ്മൾ ഇതിൽ അഡിക്റ്റഡ് ആയത്. അന്നേരം പിന്നെ കലിയുഗത്തിൽ കലി വസിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എവിടെയാണോ ഈ 4 കാര്യങ്ങൾ നടക്കുന്നത്, മത്സ്യമാംസാദികൾ എവിടെ കഴിക്കുന്നോ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നു, ലഹരി പദാർത്ഥങ്ങൾ എവിടെ ഉപയോഗിക്കുന്നു, അവിഹിത ബന്ധങ്ങൾ എവിടെ പുലർത്തുന്നോ, ചൂത് കളിക്കുന്നു, ഇന്ന് എല്ലായിടത്തും ചൂതുകളിയാണല്ലോ. സ്റ്റോക്ക് മാർക്കറ്റും ഏകദേശം ഒരു ചൂതുകളി പോലെയാണ്. കാശ് വെച്ചിട്ടുള്ള കളികൾ, കാശ് വെച്ച് തിരിമറി നടത്തുന്നു, അതെല്ലാം ചൂതുകളിയാണെന്നുള്ളതാണ്. എന്നാലോചിച്ച് നോക്കാം. അന്നേരം അതൊക്കെ ഗാംബ്ലിങ്, ഓരോ പല പല ഗെയിംസുകളിലുമൊക്കെ അതെല്ലാം ചൂതുകളിയാണ്. കാശ് വെച്ച് ഓരോന്ന് പന്തയം വയ്ക്കുന്നു, ബെറ്റിംഗ് ചെയ്യുന്നു, അതൊക്കെ എല്ലാം ചൂതുകളിയാണ്. കാശിനുള്ള ആർത്തി വർദ്ധിക്കുന്നു. ആ കാശിന് വേണ്ടി ആരെ എന്തും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് പോകുന്നു. വളരെ ഡേഞ്ചറസ് ലോകമാണ്, എന്നാലോചിച്ചു. അന്നേരം ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് സമാധാനവും സന്തോഷമാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക. പക്ഷേ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള വ്യക്തികളുടെ ഇടയിൽ ജീവിക്കുന്നു, നമ്മളും അതിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഭാഗമാകുന്നുണ്ട്. ഒന്നുമല്ലെങ്കിൽ നോൺ വെജ് പാചകമെങ്കിലും ചെയ്യുന്നുണ്ട് നമ്മൾ കഴിക്കുന്നില്ലെങ്കിലും. ഈ ഇടയ്ക്ക് ഈ പോട്ടയുടെ ഒരു പോട്ടയാണെന്ന് തോന്നുന്നു, ഈ ആനിമൽ റൈറ്റ്സിൻ്റെ ഒരു ഇതാണ്. വളരെ ഫേമസ് ആയിട്ടുള്ള ബോളിവുഡിലെ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു നടിയാണ്, അവരുടെ പേര് ഞാൻ മറന്നു. അവർ എൻ്റെ മെമ്പറാണ്. അന്നേരം അവരുടെ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്ക് അവരെ കുറേ ട്രോൾ ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇപ്പം. അതായത് അവർ ഇടയ്ക്ക് കുറച്ച് മൃഗങ്ങളുമായിട്ടൊക്കെ ഫോട്ടോ ഇട്ടിട്ട് പറഞ്ഞു, എനിക്ക് മൃഗങ്ങളെയൊക്കെ വലിയ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞ ഒരു ആട്ടിൻകുട്ടിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ കാണിച്ചു. എന്നിട്ട് ഈ ഇടയ്ക്ക് അവരുടെ വേറൊരു ഫോട്ടോ വരുന്നു. എന്നിട്ട് അവർ പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ചിക്കനും മട്ടണും എൻ്റെ ഫേവറേറ്റാണ്. ആനിമൽ പ്രൊട്ടക്ഷൻസിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളാണ്. ഇന്ന് പൊതുവെ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറ്റിച്ചു, അതൊക്കെ കാശ് 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 എന്നുള്ള രീതിയിൽ ഇരിക്കുക. എന്നിട്ട് പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ എന്താവും, അവർ സോഷ്യൽ വർക്ക് എന്നുള്ള രീതിയിൽ ഇങ്ങനെ ജീവിക്കുന്നുള്ളത്. ഒരു മതജി ചോദിക്കുന്ന, ഇൻവെസ്റ്റ്മെന്റ് ഇൻ മ്യൂച്വൽ ഫണ്ട്സ് ഈസ് ഗുഡ് ഓർ ബാഡ് ഗുരുജി? ആക്ച്വലി സ്റ്റോക്ക് മൊത്തത്തിൽ ഒരു ഗാംബ്ലിംഗ് ആണ്, ഏകദേശം ഒരു ഗാംബ്ലിംഗ് ആണ്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടി റിസ്ക് ഇൻവോൾവ് ആയിട്ടുള്ള എല്ലാം ഒരു തരത്തിലുള്ള ഗാംബ്ലിംഗ് ആണ്. കാരണം നമുക്ക് അറിഞ്ഞൂടല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ആദ്യം ഇങ്ങനെ വർദ്ധിക്കും, ടെൻഷൻ വർദ്ധിക്കും. സോ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം ആക്ച്വലി ഗാംബ്ലിംഗ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട, അന്നേരം നമുക്ക് മണിയോടുള്ള അറ്റാച്ച്മെന്റ് വർദ്ധിക്കും, ഗ്രീഡ് വർദ്ധിക്കും. അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അത് വളരെ ഡേഞ്ചറസ് ആണ്. അത് ഞാൻ പറഞ്ഞു വന്ന ഈ നടി ഇവൻച്വലി ഇങ്ങനെ അവർ മട്ടണും ചിക്കനും പാചകം ചെയ്യുന്ന രീതിയിൽ കാണിക്കുകയാണ്.
അപ്പോൾ എന്നിട്ട് അതിനെക്കുറിച്ച് ട്രോൾ ചെയ്യുന്ന ആൾക്കാർ ഈ 2 ഫോട്ടോ അവരെടുത്തിട്ട് രണ്ടും കൂടെ ഒന്നിച്ചാക്കിയിട്ട് ട്രോൾ ചെയ്യാൻ തുടങ്ങി. ഒരു സൈഡിൽ കൂടെ ആട്ടും കുട്ടി എങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുന്നു, ഇവരെ നമ്മൾ സ്നേഹിക്കണം മിണ്ടാപ്രാണികളെ, എന്നിട്ട് അതിനെ തന്നെ കറിയാക്കി കഴിച്ചോണ്ട് ആനിമൽ പ്രൊട്ടക്ഷന് വേണ്ടി സംസാരിക്കുന്നിട്ട് അത് ആനിമലിനെ വെട്ടി നുറുക്കി കറിയാക്കി തിന്നോണ്ടിരിക്കും. എന്താ ആൾക്കാരല്ലേ. ഹരേ കൃഷ്ണ. ഞാനും അത്ഭുതപ്പെട്ടു. അതായത് ഇടയ്ക്ക് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു പാട്ടുകാരി ഉണ്ടല്ലോ പണ്ടത്തെ, ലതാ മങ്കേഷ്കർ മാഡം. അവരോട് അവര് ഹോസ്പിറ്റലിൽ കിടക്കും. അവരോട് എന്തോ ചോദിച്ചപ്പോൾ ഫേവറേറ്റ് ഭക്ഷണം എന്താന്ന് പറഞ്ഞാൽ മട്ടൻ കറി. നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കറിന്റെയും ഫേവറേറ്റ് മട്ടൻ കറിയാണെന്ന് പറയാം. ഓക്കെ, അത് അവരുടെ ഇഷ്ടം, അവർക്ക് ഇഷ്ടമുള്ള എന്തും കഴിക്കാമല്ലോ. പിന്നെ ചില ആൾക്കാരുണ്ട് വെജിറ്റേറിയൻ. ഇപ്പോൾ വിരാട് കോഹ്ലി വെജിറ്റേറിയൻ ആണ്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്, അവരൊക്കെ വെജിറ്റേറിയൻ ആണ് ഇപ്പോഴും. പക്ഷെ വളരെ ധാർമ്മികരായിട്ട് കാണപ്പെടുന്ന മിക്ക ആൾക്കാരും നോൺ വെജ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. അതേസമയത്ത് ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ടൊക്കെ നടക്കുന്ന ആൾക്കാർ നമുക്ക് തോന്നുമ്പോൾ ഭയങ്കര അത്ഭുതപ്പെടും. പക്ഷെ അവർ വെജിറ്റേറിയൻ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം പ്രശ്നമുണ്ട്. വെജിറ്റേറിയൻ ആയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഭക്തിപരമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പക്ഷെ അറ്റ്ലീസ്റ്റ് അവർ നരകത്തിൽ പോകുന്നതിൽ നിന്നെങ്കിലും രക്ഷപ്പെടുന്നുള്ള. കാരണം വലിയ കോമഡിയാണ്. ഒരു സൈഡിൽ കൂടെ ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യുന്നു, ധാർമ്മികരാണെന്ന് അവകാശപ്പെടുന്നു. പക്ഷെ അതേ സമയത്ത് അവർ മെല്ലെ മെല്ലെ നരകത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം അവർ എന്തുകൊണ്ട് ഇതിനെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലെന്ന് മനസ്സിലാവുന്നില്ല. ബാക്കി എല്ലാ കാര്യത്തെയും ഇത്രയും വളരെ ജീവിതത്തിൽ വളരെ സീരിയസ് ആയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പഠിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഭഗവാന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി മെനക്കെടാറില്ല. അതിനുള്ള യോഗം ഇല്ലെന്ന് തന്നെ നമുക്ക് കരുതാം. എന്നാലും ഞാൻ പറയുന്നത്, നമ്മൾ പുറമേ ഉള്ള ഐശ്വര്യത്തിലാണ് ആകൃഷ്ടരായിട്ടിരിക്കുന്നത്. ഐശ്വര്യം എന്ന് പറഞ്ഞാൽ ഏത് തരത്തിലുള്ള ഐശ്വര്യം? നമ്മൾ അതിനെയൊക്കെ ഐശ്വര്യമായിട്ട് കാണുന്നു, പക്ഷെ അതൊന്നും ഐശ്വര്യമല്ല. അതായത് വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ അവർ പറയുന്ന ഏത് മണ്ടത്തരത്തെയും നമ്മൾ വിശ്വസിക്കുന്നുള്ളതാണ്. കാരണം അവരുടെ ഈ കാശുണ്ടല്ലോ. ഇന്ന് കലിയുഗത്തിൽ ഒരു വ്യക്തിയെ മഹാനായിട്ട് കാണുന്നത് കാശിന്റെ അടിസ്ഥാനത്തിലാണ്. സമ്പന്നനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി പറയുന്ന എല്ലാ മണ്ടത്തരത്തെയും, ആ വ്യക്തിയുടെ വായിൽ നിന്ന് വീഴുന്ന എല്ലാത്തിനെയും നമ്മൾ അതേപോലെ മെഴുകാൻ നടക്കുകയാണ്. ആളുടെ ഉച്ഛിഷ്ടം മഹാപ്രസാദമായിട്ട് നമ്മൾ സ്വീകരിക്കാനും തയ്യാറാണ്. ഇത്രയും വലിയൊരു വ്യക്തിയാണ്, അതുകൊണ്ട് വലിയ കാറിലാണ് വന്നിരിക്കുന്നത്, വലിയ വീടുണ്ട്, വലിയ കമ്പനിയുണ്ട്, എത്ര ജോലിക്കാരാണ് അങ്ങയുടെ കയ്യിലുള്ളത്, ആളിടുന്ന വസ്ത്രം കണ്ടില്ല, എത്ര ഫേമസ് ആണ്. എന്നിട്ട് കലിയുഗത്തിൽ ഇതിനെയാണ് മത്സ്യം കഴിക്കാതിരുന്നാൽ എന്തിൻ്റെയൊക്കെയോ കുറവുണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെ കുറെ ആൾക്കാരും കാണും, ഡോക്ടേഴ്സ്മാർ കുറെ പേര് അല്ലേ. അന്നേരം എല്ലാം ആകെ കൂടെ ഒരു കൺഫ്യൂസിങ് ലോ. അന്നേരം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, ഇങ്ങനെയുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഭക്തിയുടെ പ്രാധാന്യത മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭക്ത കൂട്ടായ്മയിൽ വരുന്നത് ഭക്തരോട് ചെയ്യുന്ന കാരുണ്യമല്ല, നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. അതുകൊണ്ട് റെഗുലർ അസോസിയേഷൻ വിത്ത് ഡിവോട്ടീസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ത് പറ്റും, ഭക്ത കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കുമ്പോഴേ ഭക്തിയുടെ മഹാത്മ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഈ ഇടയ്ക്ക് തന്നെ ഗീതാ ഫെസ്റ്റ് പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കുറേ കാലമായിട്ട് നമ്മുടെ സത്സംഗത്തിലൊക്കെ ഒരുപാട് സർവീസ് ചെയ്യുന്ന ഒരു ഭക്തർ പറയുകയാണ്, ഇപ്പോഴാണ് എനിക്ക് ഭക്ത കൂട്ടായ്മയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുന്നത്. കാരണം സാഹചര്യം കൊണ്ട് ഭക്ത കൂട്ടായ്മയിൽ നിന്ന് സേവനം ചെയ്യാനുള്ള അവസരം ആ ഭക്തിക്ക് ലഭിച്ചു. കുറേ വർഷം നമ്മുടെ കൂട്ടത്തിലുണ്ട്, എത്രയോ കാലങ്ങളായിട്ട് ഒരുപാട് സർവീസ് ചെയ്യുന്ന ഒരു ഭക്തിയാണ്. പക്ഷെ ആദ്യമായിട്ടാണ് ഭക്ത കൂട്ടായ്മയിൽ നിന്ന് സേവനം ചെയ്യുന്നത്. അപ്പോൾ ആ ഭക്ത പറയുകയാണ്, ഇപ്പോഴാണ് എനിക്ക് ശരിക്കും ഭക്ത കൂട്ടായ്മയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നും നമുക്ക് സത്സംഗമൊക്കെ കേൾക്കാം, ജപിക്കാം, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും
ഭക്തരുമായിട്ട് ഇടപെടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തുടക്കത്തിൽ നമുക്ക് തോന്നും, ഓക്കെ, അവിടെ വളരെ ഭക്തരാരും ഇല്ല, അതുകൊണ്ടായിരിക്കും എന്നെ വിളിക്കുന്നത്, ഈ സേവനത്തിന് വേണ്ടി, ആ സേവനത്തിന് വേണ്ടി, അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നതായിരിക്കും. പക്ഷേ ഇവിടെ വരിക, ഇവിടെ മാത്രമല്ല, എവിടെയാണോ സേവനം ചെയ്യാനുള്ള അവസരം കിട്ടുന്നത് അവിടെ നമ്മൾ പോകണം. പ്രത്യേകിച്ച് ആധികാരികമായിട്ടുള്ള ഗുരുശിഷ്യ പരമ്പരയിലൂടെ അവിടെ നമ്മൾ പോയി നമ്മൾ ഭക്ത കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് സേവനം ചെയ്യുന്നു പറഞ്ഞാൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ആരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു, നമ്മൾ അങ്ങനെ നമ്മുടെ ഉള്ളിലെ ഒരു ക്വാളിറ്റീസ് വരും എന്നുള്ളതാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഊഹാപോഹങ്ങൾക്കനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുകയും, പിന്നെ ഞാൻ ഇപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ഫേമസ് ആണെന്ന് നമുക്ക് തോന്നിക്കുന്നു, അല്ലെങ്കിൽ വളരെ കാശുള്ള സമ്പന്നരായിട്ടുള്ള വ്യക്തികളാണെന്ന് തോന്നുന്നു, അവരെയൊക്കെ മഹാന്മാരായിട്ടാണ് നമ്മൾ ഉള്ളിൽ സങ്കല്പിച്ചിരിക്കുന്നത്, അല്ലേ? അതായത് പണക്കാർ, വളരെ ഫേമസ് ആയിട്ടുള്ള വ്യക്തികൾ, അവരെയൊക്കെ ഉള്ളിൽ ഗ്രേറ്റ് പീപ്പിൾ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അവരൊന്നും ഗ്രേറ്റ് അല്ല. കാരണം അവരുടെ പ്രവൃത്തികൾ ഗ്രേറ്റ് അല്ല. ഗ്രേറ്റ് പീപ്പിൾ ഇന്ന് കലിയുഗത്തിൽ എന്ന് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളും ചെയ്യാത്ത വ്യക്തിയാണ്, കൂടാതെ ഒരു കാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. എന്താണ് ഈ 4 കാര്യം ചെയ്യാത്തത്? എന്താണ് ആ 4 കാര്യം? മത്സ്യമാംസാദികൾ കഴിക്കാത്ത വ്യക്തി, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്ത വ്യക്തി, അവിഹിത ബന്ധങ്ങൾ പുലർത്താത്ത വ്യക്തി, ചൂത് കളിക്കാത്ത വ്യക്തി, ആ വ്യക്തി ഗ്രേറ്റാണ്. അതും കൂടാതെ ഭഗവാന്റെ തിരുനാമം ജപിക്കുന്നു, ഹരേ കൃഷ്ണ മഹാമന്ത്രം 16 പ്രാവശ്യം ജപിക്കുന്നു, 16 മാല ജപിക്കുന്നു, അവർ ഗ്രേറ്റാണ്. കാരണം എന്താ? കലിയുഗത്തിൽ ഈ കാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു തപസ്യയാണ്. എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യമില്ല. ഭഗവാന്റെ അത്രത്തോളം അനുഗ്രഹം കിട്ടിയവർക്ക് ഇതിന്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ കഴിയും. അന്നേരം അത് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ, ഈ 4 യമനിയമങ്ങൾ പാലിക്കുകയും ഭഗവാന്റെ തിരുനാമം ഒരു 16 മാലയെങ്കിലും ജപിക്കുന്ന, പ്രത്യേകിച്ച് ദീക്ഷ എടുത്ത ഭക്തരുമായിട്ട് നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അവരുമായിട്ട് ഇടപെടണം. ഫേസ്ബുക്ക് വഴിയൊക്കെ, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ, പക്ഷെ നേരിട്ട് അങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ കാണണം. കാരണം അതൊക്കെ നമ്മുടെ ഉള്ളിൽ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യും. കാരണം നമ്മളെപ്പോഴും ഈ കണ്ണുകൊണ്ട് കാണുന്നത് ഭക്തരല്ലാത്തവരെയാണ്, ഭക്തിയെ മറന്ന് ജീവിക്കുന്നവരെയാണ്. അവരുടെ ശബ്ദങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അവരുമായിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, അവർക്ക് വേണ്ടിയാണ് ഈ കൈവച്ച് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുന്നത്. അന്നേരം ആ ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അന്നേരം നമ്മൾ ഭക്ത കൂട്ടായ്മയിൽ ഇടയ്ക്കെങ്കിലും പോയി അവരെ കാണുകയും അവരുടെ നിന്ന് വരുന്ന ശബ്ദങ്ങളെ കേൾക്കുന്നതും, ഇതെല്ലാം നമ്മുടെ ബോധത്തെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതായത് ഭക്തരല്ലാത്തവരുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ എങ്ങനെയാണോ അവരുടെ ബോധം നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതേപോലെ ഭക്തരുമായിട്ടുള്ള ഇടപെടലുകളും നമ്മുടെ ബോധത്തെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇത്ര വലിയ ഒരു സയൻസാണ് നോക്കണേ. കോൺഷ്യസ്നെസ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ. കാരണം ആ ബോധം മലിനമാകുമ്പോൾ പിന്നെ നമ്മളുടെ ആഗ്രഹങ്ങൾ അതിനനുസരിച്ചായിരിക്കും, ചിന്തകൾ അതിനനുസരിച്ചായിരിക്കും, സംസാരം അതിനനുസരിച്ചായിരിക്കും, പ്രവൃത്തി അതിനനുസരിച്ചായിരിക്കും. അതുകൊണ്ടാണ് ഭക്തർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എപ്പോഴും ഭക്ത കൂട്ടായ്മയിൽ നിൽക്കാനാണ്. കാരണം എന്താ? ഭഗവാനെ സ്മരിക്കുക വളരെ എളുപ്പമാണ്. ഭക്ത കൂട്ടായ്മയിൽ നിൽക്കുമ്പോൾ ആരെക്കുറിച്ചായിരിക്കും ചർച്ച ചെയ്യുന്നത്? ഭഗവാനെക്കുറിച്ച് തന്നെയായിരിക്കും. അവരെന്തായിരിക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഭഗവാന്റെ കീർത്തനം, ഭഗവാന്റെ സേവനം, പിന്നെ ലോകത്തിനൊരു ഏറ്റവും വലിയ നന്മയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ? മറ്റുള്ളവർക്ക് ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അതിലൂടെ എന്ത് സംഭവിക്കും? ആൾക്കാരുടെ ആർത്തി ആക്രാന്തമൊക്കെ തീരും. ഈ ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ദാരിദ്ര്യമല്ല, ദാരിദ്ര്യമാണ് ഉള്ളിലെ ദാരിദ്ര്യം. പുറമേ ഉള്ള ദാരിദ്ര്യം അതല്ല വിഷയം. ഉള്ളിൽ ദാരിദ്ര്യം വേണ്ടാണ് പുറമേ ദാരിദ്ര്യം വരുന്നത്. ഉള്ളിൽ എന്താ ദാരിദ്ര്യം? ഇടുങ്ങിയ ചിന്താഗതി, സ്വാർത്ഥതയ്ക്ക് അപ്പുറം ചിന്തിക്കാൻ കഴിയാത്തത്. അവരാണ് യഥാർത്ഥ ദരിദ്രവാസികൾ. എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് വരാത്ത ദരിദ്രവാസികൾ. അവർ കാരണമാണ് ഈ ലോകത്തിൽ ദാരിദ്ര്യം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ ഉള്ളിലെ ദാരിദ്ര്യമാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത്. ഉള്ളിലെ ദാരിദ്ര്യം മാറുമ്പോൾ ഈ ലോകത്ത് ദാരിദ്ര്യം ആർക്കും കാണത്തില്ലെന്നുണ്ടാകും. കാരണം സ്വാർത്ഥതയിൽ മുങ്ങിയിരിക്കുന്ന വ്യക്തികൾ അവർ അവരുടെ കുടുംബത്തിന് വേണ്ടി മാത്രം എല്ലാം ഇങ്ങനെ കൂട്ടി വയ്ക്കുന്നു. അവർക്ക് എത്രയോ വർഷങ്ങൾ കഴിച്ചാൽ പോലും, അതായത് ഒന്നും ചെയ്യാതെ വീട്ടിൽ കുത്തിയിരുന്ന് തിന്നാൽ പോലും തീരാത്ത അത്രത്തോളം കാശ് കാണും. പക്ഷെ എന്നിട്ടും ആർത്തി തീരത്തില്ല. അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
എന്നാൽ അവർ ചിന്തിക്കുന്നില്ല. ഞാൻ വളരെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ജാക്കി ചാൻ. എന്തുകൊണ്ടെന്നറിയാം, എല്ലാ കാര്യത്തിലും അല്ല, പക്ഷെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളിൽ ആള് സൂപ്പറാണ്. കാരണം ആള് ഇടയ്ക്ക് വെച്ച് പറയുകയാണ്, ആളുടെ എല്ലാ പ്രോപ്പർട്ടിയും ഒരു ചാരിറ്റബിൾ ഓർഗനൈസേഷൻ എഴുതി കൊടുത്തു. അന്നേരം ഞാൻ അത് ചെയ്യണമെന്നല്ല പറയുന്നത്, പക്ഷെ അന്നേരം ഒരാൾ ചോദിച്ചു, അങ്ങയുടെ മകന് വേണ്ടി അങ്ങൊന്നും മാറ്റിവെക്കുന്നില്ല എന്ന്. ഉടനെ ആൾ ചോദിക്കുകയാണെ, അവന് ബുദ്ധിയും കഴിവും ഈശ്വരൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടുന്ന അവൻ സ്വയം ഉണ്ടാക്കിയെടുക്കട്ടെ. ഹരേ കൃഷ്ണ. എത്ര അമേസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്നല്ല, പക്ഷെ ഞാൻ പറയുന്നത് ആർത്തിയോടുകൂടി ജീവിക്കാതെ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടതെങ്കിൽ അവർക്ക് വിട്ടുകൊടുക്കൂ. നമ്മൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ കൂട്ടി വെക്കുന്നു. പക്ഷെ ഈ ലോകമായിട്ട് നമ്മളൊന്നും ഷെയർ ചെയ്യുന്നില്ല. അത് ശരിയായിട്ടുള്ളൊരു പ്രവണതയാണോ? കാരണം ഈ ലോകത്തിൽ നിന്നല്ലേ നമുക്ക് എല്ലാം ലഭിക്കുന്നു. എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ആ കോടീശ്വരനാക്കിയത് സാധാരണക്കാരിൽ നിന്ന് ലഭിക്കുന്ന കാശ് വെച്ചിട്ടല്ലേ, അല്ലേ? ആ വ്യക്തിക്ക് എന്തെങ്കിലും ഒരു കമ്പനി കാണും, മൊബൈൽ റിലേറ്റഡ് കമ്പനി കാണും. ഓരോ വ്യക്തികളും ചെയ്യുന്ന റീചാർജിലൂടെ ആയിരിക്കത്തില്ലേ ആ വ്യക്തിക്ക് ഇത്രയും കാശ് കിട്ടുന്നത്. അല്ലെങ്കിൽ മെഡിസിൻ വാങ്ങുന്നു. ഓരോ സാധാരണക്കാർ അവരുടെ പ്രൊഡക്റ്റ് വാങ്ങുന്നുണ്ടല്ലേ അവർ ഇത്രയും റിച്ച് ആവുന്നത്. അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റർ ആണെങ്കിൽ പോലും പാവപ്പെട്ട ആൾക്കാർ അവരെ ഭ്രാന്ത് പോലെ അവരെ സ്നേഹിക്കുന്നതുകൊണ്ടല്ലേ ഇത്രയും ക്രിക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കുറെ കമ്പനീസ് വരുന്നു. ഭ്രാന്ത് പിടിച്ച് അവരെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് അവർ ഇത്രയും പണക്കാരാകുന്നത്. അവരുടെ എല്ലാ മാച്ചുകളും കാണുന്നു, അവരുടെ എല്ലാ പരസ്യങ്ങളും കാണുന്നു. മൊത്തത്തിൽ ജനങ്ങളെല്ലാം അവരെ ബഹിഷ്കരിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് റോഡിലാവും. ക്രിക്കറ്റ് കാണാൻ ആരും പോയില്ലെങ്കിൽ എന്താവും? എല്ലാ കമ്പനികളും ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കത്തില്ലേ? ഫുട്ബോളിന്റെ അവസ്ഥ എന്തായി? കബഡിയുടെ അവസ്ഥ എന്തായി? ഹോക്കിയുടെ അവസ്ഥ എന്തായി? ആർക്കും കാണാൻ താല്പര്യമില്ല, ആരും ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് സാധാരണക്കാരുടെ പാവപ്പെട്ട ആൾക്കാരുടെ അധ്വാനമാണ് ഇവർ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സിനിമാക്കാരാണെങ്കിൽ പോലും വലിയ വലിയ കാറുകളിൽ കറങ്ങുന്നു, വലിയ വലിയ സ്ഥലങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു, വലിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. പക്ഷെ അവർ ചിന്തിക്കണം, ഈ സാധാരണക്കാര് 100 രൂപ 200 രൂപ ടിക്കറ്റ് കൊടുത്തു, അവരുടെ ഒരു ദിവസത്തെ സാലറി ആയിരിക്കും ചിലപ്പോൾ അതൊക്കെ. ആ ഒരു കാശ് അവർ ആ സിനിമ തിയേറ്ററിൽ പോയി കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഞെളിഞ്ഞു നടക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കും. ഞാൻ അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അവരെ കളിയാക്കുന്നുമല്ല. പക്ഷെ എല്ലാവരും ഇത് ചിന്തിക്കണം. ഈ പണക്കാരും എല്ലാവരും ഇത് ചിന്തിക്കണം. എന്നെ ഞാനാക്കിയത് ഈ സാധാരണ ജനങ്ങളാണെന്ന് ചിന്തിക്കണം. അതുകൊണ്ട് എൻ്റെ കാശ് എൻ്റെ കയ്യിൽ ഒതുക്കി വെക്കാതെ ഇത് ഇവരുടെ കാശാണ്, അവർക്ക് വേണ്ടി കൊടുക്കണം എന്നൊരു ചിന്താഗതി വേണം. പക്ഷെ ഇവരുടെ എല്ലാം ഭയം എന്താണ്? ഞാൻ എന്നൊന്നും ഇങ്ങനെ ഫേമസ് ആയിട്ട് നിൽക്കത്തില്ലെന്ന് അവർക്കറിയാം. അതുകൊണ്ട് എത്രത്തോളം കാലം ഞാൻ ഫേമസ് ആണോ അത്രത്തോളം കാലം ഈ കാശ് പിടിച്ചു വെക്കാം. എൻ്റെ മക്കള് ഇതേപോലെ ഫേമസ് ആവുമെന്ന് എന്താ ഉറപ്പ്? അടുത്ത ജനറേഷനിലുള്ള ആൾക്കാരും കുട്ടികളും എങ്ങനെ ഫേമസ് ആവുമെന്ന് എന്താ ഉറപ്പ്? അന്നേരം അവരുടെ സ്വാർത്ഥതയിൽ ഒതുങ്ങി ജീവിക്കുകയാണ് ഇവർ. അവരുടെ കഴിവിനെ ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു, അതിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത് കുഴപ്പമില്ല. പോപ്പുലാരിറ്റി ഓക്കെ, അതെല്ലാം ഓക്കെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരുടെ അടുത്ത തലമുറയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നു. പക്ഷെ ഈ ലോകത്തിലുള്ള ജനങ്ങൾ അവരുടെ അടുത്ത ജനറേഷനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവരുടെ ആ സ്വാർത്ഥതയിൽ ഒതുങ്ങി ഇങ്ങനെ ജീവിക്കുകയാണ്. എന്നാൽ ഈ ലോകത്തിൽ നിന്ന് ലഭിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും അവർക്ക് ലഭിക്കുന്ന സുഖസൗകര്യങ്ങൾ ഈ ലോകത്തിന് തന്നെ കൊടുക്കണം. കാരണം നമ്മൾ നമ്മുടെ അടുത്ത തലമുറയെക്കുറിച്ച് എൻ്റെ മക്കൾക്ക് ഒരു ദാരിദ്ര്യം വരരുത്. പക്ഷെ അവരുടെ കഴിവുകൾ അവർ ഉണ്ടാക്കിയെടുത്തില്ലെങ്കിൽ അവർ ദാരിദ്ര്യത്തിന് അർഹരാണ്. കാരണം അവർ ആ കഷ്ടപ്പെട്ട് അധ്വാനിച്ച കാശിന്റെ വില മനസ്സിലാക്കത്തില്ല. ഞാനെപ്പോഴും പറയാറുണ്ട്, പല തത്വചിന്തകന്മാരും പറയുന്ന എന്താ, ആദ്യത്തെ തലമുറ കാശുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നു, രണ്ടാമത്തെ തലമുറ അത് നിലനിർത്താൻ വേണ്ടി കഷ്ടപ്പെടുന്നു, മൂന്നാമത്തെ തലമുറ അത് ചെലവാക്കുന്നു, നാലാമത്തെ തലമുറയുടെ ഇടയിൽ ഒന്നും കാണത്തില്ലെന്നുള്ളത്. അന്നേരം ആ ഒരു സൈക്കിൾ നമ്മൾ എന്തിനാ ഫോളോ ചെയ്യേണ്ടത്?
നമ്മൾ ആദ്യമേ മനസ്സിലാക്കി. കാരണം നമ്മൾ കാശ് നമ്മുടെ കുടുംബം എന്ന് മാത്രം ചിന്തിക്കുന്നു. ആ സ്വാർത്ഥതയിൽ മുങ്ങി ജീവിച്ച് അവസാനം മരിക്കുന്നു. അടുത്ത ജന്മത്തിൽ നമുക്കിതൊന്നും കൊണ്ടുപോകാൻ കഴിയില്ല. എന്നിട്ട് നമ്മുടെ മക്കള് അതിന്റെ വില മനസ്സിലാക്കുന്നില്ലെങ്കിൽ അവർ അതിനെയൊക്കെ നശിപ്പിച്ചു കളയും. എന്തിലായിരിക്കും അത് കൊടുക്കുന്നത്? തിന്നും കുടിച്ചും ലൈംഗിക ബന്ധത്തിലും ആ കാശ് കളയും. ഒന്നാലോചിച്ചു. ഈ ലോകത്തിൽ നിന്ന് ആർക്കും കാശ് കൊണ്ടുപോകാൻ കഴിയില്ല. കാശ് എന്തായാലും ചെലവാകും. പക്ഷെ എന്തിനു വേണ്ടി ചെലവാകുന്നു അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ഉയരുകയും താഴുകയും ചെയ്യും. കാശ് ചെലവാക്കാതെ ഇരിക്കാൻ ആർക്കും കഴിയില്ല. കാശ് ചെലവാക്കിയേ പറ്റൂ. പക്ഷെ എന്തിനു വേണ്ടി ആ കാശ് ഉപയോഗിക്കുന്നു അതാണ് ഇമ്പോർട്ടൻ്റ്. കാശ് ഉണ്ടാക്കാൻ ആർക്കും പറ്റും. പക്ഷെ കാശ് എന്തിനു വേണ്ടി ചെലവാക്കുന്നു? ഇനി കാശ് ഉണ്ടാക്കുന്നതും ധർമ്മത്തിലൂടെ ആയിരിക്കണം, കാശ് ചെലവാക്കുന്നതും ധർമ്മത്തിന് വേണ്ടിയായിരിക്കണം. അപ്പോൾ എന്താവും? നമ്മുടെ ജീവിതം ഒരു സദ്ഗതിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഈ കാശ് നമ്മുടെ അല്ലല്ലോ യഥാർത്ഥത്തിൽ. ഭഗവാൻ സത്യം പറഞ്ഞാൽ പല രീതിയിലും നമ്മുടെ കയ്യിൽ നൽകുന്നതാണ്. അതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ച് നമുക്ക് അടുത്ത റിസൾട്ട് കിട്ടും. ഹരേ കൃഷ്ണ. അതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗത്തിലൂടെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ പറയാൻ എളുപ്പമാണ്, ഫോളോ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്തുകൊണ്ട്? നമ്മൾ ഭക്തരുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നു. ഭക്ത കൂട്ടായ്മയിൽ നിന്ന് ഭഗവാനു വേണ്ടി സേവനങ്ങൾ ചെയ്യണം. ആ ഒരു ഫ്രീക്വൻസി കൂട്ടണം. അതാണ്. വല്ലപ്പോഴും ഒക്കെ ഭക്ത കൂട്ടായ്മയിൽ നിന്നിട്ട് കാര്യമില്ല. റെഗുലർലി ഭക്ത കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ സേവനം ചെയ്യുമ്പോഴാണ് ഈ ഉയർന്ന തത്വങ്ങളൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. പഠിക്കുക മാത്രമല്ല, ഇതൊക്കെ പരമാർത്ഥങ്ങളാണ്. അല്ലെങ്കിൽ പിന്നെ എന്തു പറ്റും? നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ ഓഫീസ് ജീവിതത്തിലും മഗ്നരായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തത്വങ്ങളൊക്കെ മനസ്സിലാക്കും. പക്ഷേ until and unless we practice that in our life, how we can expect a change? നമ്മൾ എല്ലാം കേൾക്കുന്നു, വായിക്കുന്നു, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ സീരിയസ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ, തീരുമാനങ്ങൾ നമ്മൾ എടുത്തില്ല എങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു ചേഞ്ച് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്? അതുകൊണ്ട് നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കണം. നമ്മുടെ പ്രായം ഇത്രയായി, ഇനി എത്ര കാലം ജീവിക്കാൻ നമുക്ക് ഉറപ്പില്ല. സോ വി ഷുഡ് അറ്റ്ലീസ്റ്റ് മാസത്തിൽ കുറച്ച് ദിവസമെങ്കിലും നമ്മൾ മാറ്റിവെക്കണം. ഫുള്ളി ഡെഡിക്കേറ്റഡ് ടുവേർഡ്സ് സർവിങ് ദ ലോർഡ്. ഭഗവാന് വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി കുറച്ച് ദിവസങ്ങൾ മാറ്റിവെച്ച് ഭക്ത കൂട്ടായ്മയിൽ നിന്ന് ഭക്തരെ കണ്ടുകൊണ്ട്, ഭക്തരിൽ നിന്നും ഭഗവാനെക്കുറിച്ച് നേരിട്ട് കേട്ടുകൊണ്ട്, ഭക്തരുടെ നിർദ്ദേശത്തിൽ നിന്നുകൊണ്ട് ഭഗവാന് വേണ്ടി സേവനങ്ങൾ ചെയ്യണം. അത് മാസത്തിൽ കുറച്ച് ദിവസമെങ്കിലും നമ്മൾ അതിനുവേണ്ടി മാറ്റിവെക്കണം. അതൊരു റെഗുലർ റൂട്ടീനാക്കി മാറ്റണം. പിന്നെ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം. പിന്നെ ഫുൾ ടൈം സർവീസിലേക്ക് നമ്മൾ മാറണം. എന്നിട്ട് എന്തായിരിക്കണം? ജീവിതാന്ത്യ വേളയിൽ നമ്മൾ ഭഗവാന്റെ അടുത്ത് പോവുക. വളരെ സിമ്പിൾ പ്രോസസ്സാണ്. എന്നിട്ട് ആ ഒരു പ്രോസസ്സാണ് നമ്മൾ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതാണ് പ്രഭുപാദജി നമുക്ക് നൽകിയിരിക്കുന്നത് ഏറ്റവും അമൂല്യമായിട്ടുള്ള അറിവുകൾ. നമ്മുടെ ജീവിതം ധന്യമാക്കുക, മറ്റുള്ളവരുടെ ജീവിതം ധന്യമാക്കാൻ അവരെ സഹായിക്കുക. ഈ ലോകത്തെ മുഴുവൻ നമ്മുടെ കുടുംബമായിട്ട് കാണുക. അല്ലാതെ നമ്മുടെ ഒരു കുടുംബ ജീവിതത്തിൽ മാത്രം ഒതുങ്ങിയിരിക്കുക. നമ്മളെപ്പോഴും പേടിക്കുന്നത് എന്താണ്? എൻ്റെ കുടുംബത്തെ ആര് നോക്കും? അന്നേരം നമ്മുടെ കുടുംബത്തെ മാത്രമേ നമ്മൾ കുടുംബമായിട്ട് കാണൂ. ഈ ലോകത്തെ എന്തുകൊണ്ട് നമ്മൾ കാണുന്നില്ല? നമ്മൾ മനസ്സിലാക്കുക, നമ്മളല്ല നമ്മുടെ കുടുംബത്തെ നോക്കുന്നത്. ഈ പ്രപഞ്ച മുഴുവൻ ഭഗവാന്റെ കുടുംബമാണ്. ഇതിൻ്റെ പരിപാലനം ചെയ്യുന്നത് ഭഗവാനാണ്. നമ്മൾ അർഹിക്കുന്നത് നമുക്ക് കിട്ടിയിരിക്കും. ആർക്കും അത് തടയാൻ കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ധർമ്മത്തിൽ ജീവിക്കുക. നമ്മുടെ കുട്ടികളെയും ധർമ്മത്തിൽ ജീവിക്കാൻ പഠിപ്പിക്കുക. അവരത് പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെ ദാരിദ്ര്യം വരുന്നത്? പുറമേ ദാരിദ്ര്യം ഇല്ലെങ്കിൽ ഉള്ളിൽ ദാരിദ്ര്യ മനോഭാവമാണെങ്കിൽ പിന്നെ എന്താ പ്രയോജനം? അല്ലേ? ഉള്ളിൽ ദാരിദ്ര്യം ഇല്ലെങ്കിൽ പിന്നെ ആ വ്യക്തിക്ക് എപ്പോഴെങ്കിലും ദാരിദ്ര്യം വരുമോ? ഒരു നേരത്തെ ആഹാരം ഈ ലോകത്ത് ആർക്കാണ് കിട്ടാത്തത്? എല്ലാവർക്കും കിട്ടും. പക്ഷേ മനുഷ്യൻ്റെ ആർത്തിയും ആക്രാന്തം കാരണമാണ് പല വ്യക്തികൾക്കും കിട്ടേണ്ടതുപോലും കിട്ടാതെ. ഭഗവാനായിട്ട് ആർക്കുടെ ജീവിതത്തിലും ദാരിദ്ര്യം കൊണ്ടുവരുന്നില്ല. നമ്മളാണ് ഓരോ വ്യക്തികളുടെ ജീവിതം. അതായത് മറ്റൊരാൾക്ക് അർഹിക്കുന്നതായിരിക്കും നമ്മൾ പിടിച്ചു വയ്ക്കുന്നു. നമ്മൾ പിടിച്ചു വയ്ക്കുന്നതുകൊണ്ട് അവിടെ കുറച്ച് പേർക്ക് കിട്ടേണ്ടവർക്ക് കിട്ടാറുണ്ട്. അല്ലേ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കല്യാണത്തിന് ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടം ആൾക്കാർ വന്നിട്ട് കുറേ ഭക്ഷണം പാക്ക് ചെയ്ത് കൊണ്ടുപോയി. അത് എത്രയോ പേർക്ക് വിളമ്പേണ്ട ഭക്ഷണമായിരിക്കും. അവർ പാക്ക് ചെയ്തിട്ട് എന്ത് പറയുന്നു, 2-3 ദിവസം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൊണ്ടുപോകും. ആരും അറിയാതെ അവിടെ നിന്ന് ഭക്ഷണം എടുത്തുകൊണ്ട് പോയി. അന്നേരം എന്തായി? കുറച്ച് പേര് കുറേ നാളത്തേക്ക് കഴിക്കണം എന്നതിൻ്റെ പേരിൽ ഇപ്പം കഴിക്കേണ്ട കുറച്ച് പേർക്ക് പട്ടിണി കിടക്കേണ്ടി വരും.
ഇതാണ് ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതാണ് എക്കോണമിക് പ്രോബ്ലം. ശ്രീല പ്രഭുപാദി പറയുന്നു, ദർ ഇസ് നോ നീഡ് ഓഫ് എക്കോണമിക്സ് ഇൻ ദിസ് വേൾഡ്. എക്കോണമിക്സിന്റെ ആവശ്യമേ ഇല്ല, എക്കോണമിക് പ്ലാനിങ്ങിന്റെ ആവശ്യമില്ല. അവരവർ അർഹിക്കുന്നത് മാത്രം അവർ സ്വീകരിച്ച് ബാക്കി എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുമ്പോൾ എക്കോണമിക്സിന്റെ ആവശ്യമില്ല. എക്കോണമിക് എപ്പോഴും വരുന്ന എപ്പോഴാണ്? ഡിമാൻഡ്, സപ്ലൈ, അല്ലേ? ഒരുപാട് ആവശ്യമുണ്ട്, പക്ഷെ വേണ്ടത്തുള്ള റിസോഴ്സസ് ഇല്ല. റിസോഴ്സസ് ഇല്ലെന്ന് പറയാൻ കഴിയും. റിസോഴ്സസ് ഉണ്ട്, കുറച്ചു പേര് റിസോഴ്സിനെ തട്ടിപ്പറിച്ച് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. പുതിയ പുതിയ ടാക്സിങ് സിസ്റ്റം കൊണ്ടുവരുമ്പോഴും അത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ നെഞ്ചത്ത് തന്നെയാണ് വീഴുന്നത്. കോടികൾ സമ്പാദിക്കുന്നവന്മാര് കോടീശ്വരനായിക്കൊണ്ടിരിക്കും, എന്നിട്ട് അവര് കൂടുതൽ കൂടുതൽ ലക്ഷറീസ് ലൈഫ് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. ഓക്കെ, അതിനെയാണ് ഗ്രേറ്റ് ആയിട്ട് കാണുന്നത്. അന്നേരം നമ്മൾ മനസ്സിലാക്കുക നമുക്കെന്താ വേണ്ടത്, നമുക്കെന്താ വേണ്ടത് നമ്മൾ തീരുമാനിക്കുക. കാരണം ഇതൊന്നുമല്ല യഥാർത്ഥ ജീവിതം. യഥാർത്ഥ ലൈഫ് അമേസിങ് ആൻഡ് വണ്ടർഫുൾ ആണ്, എക്സൈറ്റിങ്, അഡ്വെഞ്ചറസ് ആണ്. എന്നിട്ട് നമ്മളിങ്ങനെ പിടിച്ചു വയ്ക്കാതെ കൊടുക്കാൻ പഠിക്കുക. കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ലൈഫിന്റെ അഡ്വെഞ്ചർ മനസ്സിലാക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ കയ്യിലുള്ള എല്ലാം നമ്മൾ കൊടുത്തിട്ട് ഇനി നാളെ എന്താവുന്ന പോലും അറിയത്തില്ല, അതിലെന്താ ഒരു അഡ്വെഞ്ചർ എന്നറിയാം. ഒരു സന്യാസിയോട് ചോദിക്കുക ആ ജീവിതത്തിന്റെ അമേസിംഗ് ലൈഫാണ്. കാരണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, കൊടുക്കും തോറും തിരിച്ചു വരും, അതും വീണ്ടും കൊടുക്കുക, അന്നേരം വീണ്ടും തിരിച്ചു വരും. കാരണം ഇതൊരു സൈക്കിളാണ്. അതിലൊരു റിസ്ക് ഉണ്ട്. ആ റിസ്ക് തന്നെയാണ് ഈ ലൈഫിന്റെ ഏറ്റവും വലിയ അഡ്വെഞ്ചർ എന്ന് പറയുന്നത്. അതിനെയാണ് ഭഗവാനെ ആശ്രയിക്കുക എന്ന് പറയുന്നത്. നാളെ എന്താവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഞാൻ ഭഗവാനെ ആശ്രയിക്കുന്നു. അതിൽ ആ ഒരു മനോഭാവം എത്ര സൂപ്പറാണ് അറിയാം. നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ശ്രമിക്കുക, റിസൾട്ടിന് പൂർണ്ണമായിട്ടും ഭഗവാനെ ഡിപ്പെൻഡ് ചെയ്യുക. അത് കിട്ടിയാലും ഓക്കെ, കിട്ടിയില്ലെങ്കിലും ഓക്കെ. സോ ലേൺ ടു ഡിപ്പെൻഡ് ഓൺ കൃഷ്ണ കംപ്ലീറ്റ്ലി. അദ്ദേഹത്തെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹത്തെ ആശ്രയിക്കാൻ കഴിയൂ. അതാണ് റിയൽ ചലഞ്ച്. അന്നേരം ആ ഒരു ഷെൽട്ടർ, ആ ഒരു റിസ്കിലേക്ക് നമ്മൾ റിസ്ക് എടുക്കുക. പക്ഷെ നമ്മുടെ പ്രശ്നം എന്താ? ഈ ലോകത്തിലുള്ള എല്ലാവരെയും നമ്മൾ വിശ്വസിക്കും, ഭഗവാനെ മാത്രം വിശ്വസിക്കുന്നില്ല. ഓ, അത്രയൊക്കെ വേണോ? അത്രയൊക്കെ റിസ്ക് എടുക്കാവോ? ഭഗവാനി പറ്റിച്ചാൽ ഹരേ കൃഷ്ണ. ഈ ലോകത്തിന്റെ മുഴുവൻ പരിപാലനം ചെയ്യുന്ന ഭഗവാൻ സ്വന്തം ഭക്തർക്ക് വേണ്ടി ഒന്നും ചെയ്തില്ലെന്നാണ് തോന്നുന്നത്. അതാണ് ആ ഒരു വിശ്വാസമാണ് നമ്മൾ ആദ്യം നേടിയെടുക്കേണ്ടത്. ആ വിശ്വാസത്തോടുകൂടി ജപിക്കുമ്പോൾ, ആ വിശ്വാസത്തോടുകൂടി സത്സംഗം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതം അടിപൊളിയാവും. ഇപ്പൊ എന്താ, നമ്മൾ തിയറി മാത്രമേ പഠിക്കുന്നുള്ളൂ, പ്രാക്ടിക്കലി നമ്മളൊന്നും ചെയ്യുന്നില്ല. പ്രാക്ടിക്കലി നമ്മൾ ഒരുപാട് പുറകിലാണ്. അതുകൊണ്ടാണ് റിയലൈസേഷൻസ് ഇല്ലാത്തതും അനുഭൂതി കിട്ടാത്തത്. അതുകൊണ്ടാണ് നമ്മൾ പുറമേ അതൊന്നും ഉള്ളിലോട്ട് പോകുന്നില്ലേ, ഉള്ളിലോട്ട് കയറുന്നില്ല. ഒരു സമുദ്രം എന്താണെന്ന് പുറത്തുനിന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. സമുദ്രത്തിന്റെ ഉള്ളിലോട്ട് കയറണം. ഉള്ളിൽ കയറിയ ആ ഉള്ളിലേക്ക്, അകത്തട്ടിലേക്ക് അങ്ങോട്ട് പോകുമ്പോഴാണ് അമൂല്യമായിട്ടുള്ള രത്നങ്ങളും ഒരു വലിയൊരു ലോകം സമുദ്രത്തിന്റെ ഉള്ളിലുണ്ട്. അതാണ് ഭഗവാന്റെ ഭക്തി. ഇപ്പൊ നമ്മളിങ്ങനെ തീരത്ത് നിന്നിട്ട് ഇങ്ങനെ ആ സമുദ്രത്തിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൊള്ളാം, നല്ല സമുദ്രം, കൃഷ്ണൻ വളരെ സൂപ്പറാണ്, കൃഷ്ണൻ വളരെ നല്ലതാണ്, ജപമൊക്കെ വളരെ സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങ് ഇറങ്ങണ്ടേ, ചാടണം, സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് നീന്തി പോകണം. എത്രത്തോളം ആഴമുണ്ട് ഈ കൃഷ്ണഭക്തിക്ക്, മനസ്സിലായില്ലേ? പൂർണ്ണമായിട്ടും ഭഗവാന്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. അപ്പോൾ ലഭിക്കുന്ന ആ ഒരു സുഖം, ആനന്ദം, അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. കാരണം ബാക്കിയെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഈ ശരീരം നഷ്ടപ്പെടും, ശരീരമായിട്ട് ബന്ധപ്പെട്ട എല്ലാം നഷ്ടപ്പെടും. പിന്നെ എന്തിനാണ് നമ്മൾ ഇതൊക്കെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? എന്തായാലും ഒരു ദിവസം പോകണം, നേരത്തെ വിടുക, അല്ലെങ്കിൽ കുറച്ചായിട്ടെങ്കിലും വിടുക.
അൺടിൽ ദാറ്റ് ഡേ റീച്ചസ് വേർ വി ക്യാൻ ലീവ് ഇറ്റ് കംപ്ലീറ്റ്ലി. ഒരു ദിവസം എല്ലാം ഉപേക്ഷിക്കുന്ന ആ തലത്തിലേക്ക് നമ്മൾ എത്തണം. ആൻഡ് വി ഷുഡ് നോട്ട് ഡിലേ ഓൾസോ മച്ച്. കാരണം മരണം വന്നിട്ട് എല്ലാം നമ്മളിൽ നിന്ന് പോകുന്നതിനെക്കാട്ടി നല്ലത് ഒരു ദിവസം മുമ്പെങ്കിലും, ഒരു നിമിഷം മുമ്പെങ്കിലും ഞാൻ എല്ലാം ഈശ്വരന് വേണ്ടി സമർപ്പിച്ചു എന്ന പേരിൽ സമാധാനത്തോടു കൂടി അവസാന നിമിഷം ഇരിക്കുന്നതാണോ നല്ലത്, അതോ മരിച്ചതിന് ശേഷം എല്ലാം എന്തായാലും നഷ്ടപ്പെട്ടു എന്ന അവസ്ഥയിൽ ഇരിക്കുകയാണ് നല്ലത്? മരണം എന്തായാലും ഷുവറാണ്, 100% ആണ്. അത് നമുക്ക് എല്ലാവർക്കും ഉറപ്പുണ്ട്. ഭഗവാൻ ഉണ്ടോ എന്ന് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മരണം എന്തായാലും നമുക്ക് ഉണ്ടല്ലോ എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് അവസാന നിമിഷം വരെ പിടിച്ചിരിക്കാതെ ഒരു ദിവസം നേരത്തെങ്കിലും ഒരു ദിവസം നേരത്തെ സർവ്വതും ഉപേക്ഷിച്ച് ഭഗവാനെ മാത്രം ആശ്രയിച്ച് ജീവിക്കാൻ പഠിക്കുന്നതല്ലേ നല്ലത്, അല്ലേ? അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അതാണ് നമ്മൾ ഇന്നത്തെ ഈ സത്സംഗത്തിൽ പഠിക്കേണ്ടത്. ഭക്ത കൂട്ടായ്മയുടെ മഹത്വം. ഭക്ത കൂട്ടായ്മയിൽ നമ്മൾ നിൽക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും പറഞ്ഞതാണ്, അശോക ചക്രവർത്തിയുടെ അളിയൻ കൊട്ടാരത്തിൽ ഒരു കൂട്ടം സന്യാസി വര്യന്മാർ വന്നപ്പോൾ ഈ അശോക ചക്രവർത്തിയുടെ അളിയൻ സന്യാസിമാരെ കളിയാക്കി. ചെറുപ്പക്കാരന്മാരാണല്ലോ, ഇത്രയും ചെറുപ്രായത്തിൽ ഇങ്ങനെ കാവ്യൊക്കെ ഇട്ട് നടക്കുന്നു, ചുമ്മാ ഇരുന്ന് തിന്നാനുള്ള പരിപാടിയാണല്ലേ, നാണമില്ല ഇവിടെ ഇങ്ങനെയുള്ള ജീവിതമൊക്കെ ജീവിക്കുന്നത് എന്ന് കുറേ പറഞ്ഞ് കളിയാക്കി. അശോക ചക്രവർത്തിക്ക് വലിയ ദേഷ്യം വന്നു. കാരണം അദ്ദേഹത്തിന് അറിയാമായിരുന്നു സന്യാസി വര്യന്മാരുടെ മഹത്വം എന്താണ്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ ഉയർന്ന നിലവാരമുള്ള വ്യക്തികൾക്ക് മാത്രമേ ഈ പാതയുടെ മഹത്വം മനസ്സിലാക്കാൻ കഴിയൂ. സന്യാസി വര്യന്മാർ ഒന്നും വേണ്ടിയില്ല, അവർ ചിരിച്ചിട്ട് അവിടെ നിന്ന് പോയി. പക്ഷെ അശോക ചക്രവർത്തി തീരുമാനിച്ചു ഇവന് നല്ലൊരു പാഠം പഠിപ്പിക്കണം. എന്നിട്ട് അശോക ചക്രവർത്തി ക്ഷമയും ചോദിച്ചു സന്യാസി വര്യന്മാരോട്. എന്നിട്ട് എന്ത് ചെയ്തു, ഈ അളിയന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റ് വരാനായിട്ട് ഇദ്ദേഹം കാത്തിരുന്നു. അവസാനം ആ തെറ്റ് സംഭവിച്ചു, വായിന് എന്തോ വീണു. എന്നിട്ട് പറഞ്ഞു, നിന്നെ ഞാൻ ശിക്ഷിക്കുന്നു, ഒരാഴ്ചക്കുള്ളിൽ നിന്നെ തൂക്കിക്കൊല്ലുന്നതായിരിക്കും എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് എല്ലാവരും ഷോക്കായി. ചെറിയ തെറ്റിന് ഇത്രയും വലിയ ശിക്ഷയാണ്. അല്ലാതെ പറയൂ ക്ഷമിക്കണം, അതൊന്നും ഞാൻ കേൾക്കാൻ തയ്യാറല്ല, എന്തായാലും നിന്നെ ശിക്ഷിക്കാൻ പോകാന്ന് പറഞ്ഞു. ഒരാഴ്ചക്കുള്ളിൽ നിന്നെ തൂക്കിക്കൊല്ലുന്നു. പിന്നെ നിനക്കൊരു അവസരം നൽകുന്നുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ആസ്വദിക്കാമെന്ന് പറഞ്ഞു. നിനക്ക് ഇഷ്ടമുള്ള സ്ത്രീകളുമായിട്ട് ഇടപെടാം, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാം, ഈ ഒരാഴ്ച നീ സിംഹാസനത്തിൽ ചക്രവർത്തിയായിട്ട് ഇരിക്കാനും പറ്റുമെന്ന്. അങ്ങനെ ഒരാഴ്ച അവന് ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും അവൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുക. പക്ഷെ അവന് ഒന്നിനോടും താല്പര്യമില്ല. അവൻ ഒരാഴ്ച കഴിയുമ്പോൾ ആ തൂക്കിക്കൊല്ലുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ചിന്തിച്ച് ആകെ ഭ്രാന്ത് പിടിച്ച്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് അശോക ചക്രവർത്തി ചോദിച്ചു, എന്താ നിന്റെ അഭിപ്രായം? ഇനി അധികം താമസിക്കാതെ എന്നെ തൂക്കിക്കൊല്ലാൻ പോവുകയാണ്, ഈ ഒരാഴ്ച നിനക്ക് ആസ്വദിക്കാൻ പറ്റുന്നതൊക്കെ ആസ്വദിച്ചോ എന്ന് പറഞ്ഞു. ഉടനെ ആള് പറയുക, എന്താ ആസ്വാദനം? മരണം മുന്നിൽ നിൽക്കുന്ന വ്യക്തിക്ക് എന്താ ആസ്വാദനം? എന്നും പറഞ്ഞു, ഇതേപോലെയാണ് സന്യാസി വര്യന്മാർ ജീവിക്കുന്നത്. എല്ലാ ദിവസവും കണ്ണു തുറന്ന് അവർ അവരുടെ ജീവിതത്തെയല്ല കാണുന്നത്, അവർ മരണത്തെയാണ് കാണുന്നത്. മരണം അടുത്തെത്തി. ആ ഒരു മരണത്തെ കണ്ടുകൊണ്ടാണ് അവർ ജീവിക്കുന്നത്. നമ്മൾ കൊട്ടാര ജീവിതത്തിൽ ആസ്വദിച്ച് ജീവിക്കുന്നു, നമ്മൾ ആ മരണത്തെ മറന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കുന്നു. പക്ഷെ സന്യാസി വര്യന്മാർ ഈ പരമാർത്ഥത്തെ നേരിട്ട് കൊണ്ട് ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവർ ഇതിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നതെന്ന് പറഞ്ഞു. ഇത് കേട്ട ഉടനെ അകത്തുനിന്ന് എന്തോ ഒരു കറണ്ട് അടിച്ചതുപോലെ തോന്നി. അതുകൊണ്ട് നീ പേടിക്കൊന്നും വേണ്ട, നിന്നെ തൂക്കിക്കൊല്ലാനൊന്നും പോകുന്നില്ല, നിനക്ക് ഈ പാഠം കിട്ടാൻ വേണ്ടിയാണ്. അന്ന് നീ ആ സന്യാസി വര്യന്മാരെ അപമാനിച്ചില്ലേ, അതിനൊരു ശിക്ഷയാണ്. ആള് ഷോക്കായി. ആൾ ഉടൻ തന്നെ, ഞാൻ ഇത് പറയുമ്പോഴേ മേലാകെ കൊതി തരുന്നു, ഉടൻ തന്നെ ആളകത്ത് പോയി. എന്നിട്ട് എല്ലാവരും സന്തോഷത്തിലായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ എന്താ, രാജകീയ വേഷങ്ങളൊക്കെ മാറ്റി ആള് കാവ്യം ധരിച്ച് വന്നിരിക്കുന്നു. അളിയാ നീ എങ്ങോട്ട് പോന്നു? അല്ല, അങ്ങ് എൻ്റെ കണ്ണു തുറന്നു. യഥാർത്ഥ ജീവിതം എന്താണെന്ന് ഞാൻ ഈ ഒരാഴ്ചയിലൂടെ പഠിച്ചു. ഇനി ഒരു നിമിഷം പോലും ഞാൻ ഇവിടെ ഇരിക്കത്തില്ല. അളിയാ അങ്ങനെയല്ല, പഠിപ്പിച്ച ആളെക്കാട്ടിയും മുന്നോട്ട് പോയി ശിക്ഷ. ഇനി ഞാൻ ഈ ലൗകിക സുഖത്തിലൊന്നും ഇരിക്കത്തില്ല.
യഥാർത്ഥ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി ഞാൻ അതേ സന്യാസിമാരെ കാണാൻ പോവുകയാണ്. ഇനി മുതൽ എൻ്റെ ജീവിതം അവരുടെ തൃപ്പാദ സേവയായിരിക്കുന്നത്. അതാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. അതാണ് ഏറ്റവും വലിയ ചങ്കൂറ്റം. ഈ ലോകത്തിൽ എല്ലാ സുഖഭോഗങ്ങളും ഉണ്ടായിട്ടും അതിനെയൊക്കെ വേണ്ട എന്ന് വെച്ച് ആ പരമാർത്ഥത്തെ ലക്ഷ്യമാക്കി ആ പരമാർത്ഥത്തെ അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുന്ന അവരാണ് ഗ്രേറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവരാണ് യഥാർത്ഥ രാജാവ്. കാരണം എന്താ? അവരവരുടെ ശരീരത്തെ നിയന്ത്രിച്ചു, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ പഠിച്ചു. അവരാണ് യഥാർത്ഥ ചക്രവർത്തിമാരെന്ന് പറയുന്നത്. അശോക ചക്രവർത്തി എന്ത് പറയണം? സത്യമല്ലേ പറയാം. രാജ്യം കീഴടക്കാൻ പറ്റും, കുറെ ആൾക്കാരെ ഭരിക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ ശരീരത്തെ ആദ്യം കീഴടക്കൂ, നമ്മുടെ മനസ്സിനെ ആദ്യം നിയന്ത്രിക്കൂ, നമ്മുടെ മനസ്സിനെ ആദ്യം ഭരിക്കാൻ പഠിക്കൂ. അതാണ് യഥാർത്ഥ വിജയം. യഥാർത്ഥ അഡ്വെഞ്ചർ എന്ന് പറഞ്ഞാൽ അതാണ്. യഥാർത്ഥ സാഹസികത എന്ന് പറഞ്ഞാൽ അതാണ്. ബാക്കി ആർക്കും എന്തും ചെയ്യാൻ പറ്റും. സ്വന്തം മനസ്സിനെ കീഴടക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ പ്രയോജനം, അല്ലേ? അങ്ങനെയുള്ള അമൂല്യ അറിവുകളാണ് ഈ ഭാഗവത തത്വങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ എന്നും പറയുന്ന പോലെ, എപ്പോഴും പറയുന്ന പോലെ, ഇത് എല്ലാവരും ലൈക്ക് ചെയ്യുക. ലൈക്ക് ആയെങ്കിൽ, ഇഷ്ടപ്പെട്ടു എങ്കിൽ എന്നിട്ട് മാക്സിമം ഷെയർ ചെയ്യുക. പിന്നെ കമൻസിൽ നിങ്ങൾക്ക് ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ വിത്ത് മൈന്യൂട്ട് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ടൈപ്പ് ചെയ്യണം. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ വെറുതെ ഒരു കമൻസ് അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. കാരണം ആ കമൻസ് വായിക്കുന്ന ആർക്കെങ്കിലും നിങ്ങളുടെ ഒരു കമൻ്റ് ആയിരിക്കും ചിലപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നേരായ വഴിക്ക് നയിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് എല്ലാവരും മാക്സിമം സത്സംഗം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻസ് ഇടുക. കൂടുതൽ പേരിലേക്ക് ഈ സന്ദേശം എത്തിക്കാൻ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുക. ആ ഒരു ഒറ്റ ലക്ഷ്യമേ നമുക്കുള്ളൂ. എല്ലാവർക്കും നന്മ വരട്ടെ, ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ. ഈ മഹത്തായിട്ടുള്ള വിരക്തിയുടെയും അതീന്ദ്രിയ ജ്ഞാനത്തിൻ്റെയും പരമോന്നത ഭക്തിയുടെ ആനന്ദത്തിൻ്റെയും മാർഗത്തിൽ എല്ലാവർക്കും സഞ്ചരിക്കാനുള്ള ചങ്കൂറ്റം, ചങ്കുറപ്പ്, ആത്മാർത്ഥത ലഭിക്കട്ടെ എന്ന് ഞാൻ ജഗദീശ്വരനായ ഗുരുവായൂരപ്പനോടും ശ്രീമതി രാധാറാണിയെടുത്തും ഗുരുപരമ്പരയെടുത്തും പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം നമുക്ക് ലഭിച്ചത് ഭഗവാന്റെ അതിസുന്ദരമായിട്ടുള്ള ഗൗരാവതാരത്തിലൂടെയാണ്. ചൈതന്യ മഹാപ്രഭുവായിട്ട് ഗുരുവായൂരപ്പൻ വന്നപ്പോഴാണ്. ആ മഹാപ്രഭുവിൻ്റെ കാരുണ്യത്തിനായിട്ട് നമുക്ക് എല്ലാവർക്കും യാചിക്കാം. ഇന്ന് വൈകുന്നേരത്തെ 6 മണിക്ക് നമുക്ക് മഹാഭാരതത്തിൽ കാണാം. ഹരേ കൃഷ്ണ.